أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم عما يتساءلون عن النبأ العظيم الذي هم فيه مختلفون. പരിശുദ്ധ ഖുർആൻ്റെ അവസാന ജുസ് ആണ്. അതിലാദ്യത്തെ സൂറത്തു നബ ആണ്. 40 ആയത്തുകളും 2 റുക്കുകളുമാണ് ഉള്ളത്. മക്കിയായ സൂറത്താണ്. ഈ സൂറത്തിൻ്റെ പ്രമേയം തന്നെ മരണാനന്തര ജീവിതമാണ്. സൂറത്തിൻ്റെ തുടക്കം ഖിയാമത്ത് നാളിനെക്കുറിച്ച് മുശ്രിക്കീങ്ങളുടെ ഭിന്ന അഭിപ്രായങ്ങൾ, ചിലർ പരിഹസിച്ചുകൊണ്ട് ഇത് എപ്പോൾ സംഭവിക്കാൻ പോകുന്നു, ചിലർ നിഷേധാത്മകമായിക്കൊണ്ട് സഹാബാക്കളോട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കും. ഖിയാമത്ത് എപ്പോഴാണ് വരുന്നത്, ഖിയാമത്ത് കണ്ടില്ലല്ലോ. ഉദ്ദേശം സഹാബാക്കളെ പരിഹസിക്കലായിരിക്കും, അല്ലെങ്കിൽ അതിനെ നിഷേധിക്കുന്ന രീതിയിലായിരിക്കും അവരുടെ ആ ചോദ്യം. അപ്പോൾ ആ വിഷയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ തുടക്കം, അവരുടെ ആ സ്വഭാവത്തെക്കുറിച്ച് ഇതിൻ്റെ തുടക്കം എന്ത് ചെയ്യുന്നു, പരാമർശിക്കുന്നു. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ പരന്നു കിടക്കുന്ന അവൻ്റെ കുദ്റത്തുകൾ, ആ കുദ്റത്തിൻ്റെ ഓരോ അടയാളങ്ങൾ ഒന്നൊന്നായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറയുകയാണ്. ഇത് മുമ്പുള്ള സൂറത്തുകളിലെല്ലാം തന്നെ നമ്മൾ വിശദീകരിച്ചതാണ്, അപ്പോൾ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ആ ഓരോ അടയാളങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ഇവിടെ എന്ത് ചെയ്യുന്നു, പറയുന്നു. അതിനുശേഷം ഇതെല്ലാം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ അള്ളാഹുവാണ് ഇതെല്ലാം സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ, പിന്നെ ഈ ലോകത്തെ നശിപ്പിച്ചിട്ട് വീണ്ടും ഇതിനെ സൃഷ്ടിക്കാൻ അള്ളാഹുവിന് എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? അള്ളാഹുവിനെ നിങ്ങൾക്കെല്ലാവർക്കും, നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാൻ അള്ളാഹുവിന് എന്ത് ബുദ്ധിമുട്ടാണുള്ളത് എന്നുള്ള ചോദ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ അമലുകളുടെ പ്രതിഫലം, ഓരോരുത്തരുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനമെടുക്കുന്നു. അന്നേ ദിവസം അവൻ തീരുമാനമെടുക്കുന്ന ആ ദിവസം ഒരാൾക്ക് പോലും അവൻ്റെ അനുമതിയില്ലാതെ സംസാരിക്കാൻ പോലും അധികാരമുണ്ടായിരിക്കില്ല. ഒരാൾക്ക് പോലും ഒരാൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാനുള്ള അധികാരമുണ്ടായിരിക്കില്ല എന്ന് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ പറയുകയാണ്. ഈ ഒരു സൂറത്തിൻ്റെ അവസാന ഭാഗത്തായിട്ട് ഈ ഒരു ഇങ്ങനൊരു സംഭവം നടക്കുന്ന സമയത്ത് ഇന്ന് പരിഹസിച്ച് തള്ളിയ ആ സത്യനിഷേധികൾ ആ ദിവസം അവസാനമായി അവർ പറയുകയാണ്, ഞങ്ങൾ മണ്ണായി പോയിരുന്നെങ്കിൽ എത്ര നന്നായി പോയേനെ, മണ്ണായി പോയിരുന്നെങ്കിൽ എത്ര നന്നായി പോയേനെ, അതായത് ഞങ്ങൾക്കിതൊന്നും കാണേണ്ടി വരൂലായിരുന്നല്ലോ. മുഫസ്സിരീങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്നുകിൽ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരല്ലാത്ത എല്ലാ ജീവജാലങ്ങളെയും അവരുടെ ഇടയിലൊരു തീരുമാനം അല്ലാഹു എടുത്തതിന് ശേഷം അവരെല്ലാവരെയും മണ്ണാക്കി കളയുന്നതാണ്. അപ്പോൾ ഈ മനുഷ്യൻ, ഈ നിഷേധിയായ മനുഷ്യനും ആഗ്രഹിച്ചു പോകും, ഈ മൃഗങ്ങളെപ്പോലെ ആയിരുന്നെങ്കിൽ, ഞാനൊരു മനുഷ്യനാകാതെ ഒരു മൃഗമായി ഈ ദുനിയാവിൽ ജീവിച്ചു പോയിരുന്നെങ്കിൽ എനിക്ക് ഇപ്പം മണ്ണായി പോകാമായിരുന്നല്ലോ എന്നാഗ്രഹിക്കും. അതല്ല എങ്കിൽ മുഫസ്സിരീങ്ങൾ പറയുന്നത് മറ്റൊരു വിവക്ഷ ഇതിൻ്റെ, ഇവൻ ജനിക്കാതിരുന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, ഞാൻ ജനിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായി പോയേനെ എന്ന് കാഫിർ ആഗ്രഹിക്കും. ഇവിടെ ഞാൻ ജനിച്ചു, ഞാൻ മനുഷ്യനായി വന്നത് കൊണ്ടാണല്ലോ എനിക്ക് ഈ ഗതിയിൽ വന്നത്, എനിക്കിതെല്ലാം നേരിടേണ്ടി വന്നത് എന്ന് കാഫിർ ആ സന്ദർഭത്തിൽ സത്യനിഷേധി എന്ത് ചെയ്യുകയാണ്, അപലപിക്കുകയാണ്. അപ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്തുള്ള അവൻ്റെ അവസ്ഥ എടുത്ത് പറഞ്ഞുകൊണ്ട് ഈ സൂറത്ത് അവസാനിക്കുന്നു. അടുത്തത് സൂറത്തു നാസിയാത്താണ്. മക്കിയായ സൂറത്താണ്. 42 ആയത്തുകളും 2 റുക്കുകളുമാണ് ഈ സൂറത്തിലുള്ളത്. ഈ സൂറത്തിൽ ഇതിൻ്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടക്കം തന്നെ അവൻ്റെ മലക്കുകൾ, റൂഹ് പിടിക്കുന്ന മലക്കുകളെ കൊണ്ട് സത്യം ചെയ്യുകയാണ്. അതിൽ തന്നെ മുഅ്മിനീങ്ങളുടെ റൂഹ് വളരെ നിഷ്പ്രയാസം പിടിച്ചു കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ കാഫിരീങ്ങളുടെ റൂഹ് അത് വളരെ കഷ്ടപ്പാടോടുകൂടെ അവൻ്റെ റൂഹ് എടുക്കുന്നു. ആ റൂഹ് എടുക്കുന്ന സമയത്ത് അവൻ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരും എന്ന സൂചന ഈ സത്യം ചെയ്യുന്നതിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ശേഷം സത്യം ചെയ്ത് പറയുന്ന കാര്യം അല്ലാഹു ഇതിൽ പറയുന്നില്ല. ഈ സത്യം ചെയ്ത് എന്തിനു വേണ്ടിയാണ് ഈ സത്യം ചെയ്തത്, മുഫസ്സിരീങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. ശേഷം പറയാൻ പോകുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നാളെ ആഖിറത്തിൽ ഒരു മരണാനന്തര ജീവിതമുണ്ട് എന്ന് ഇവിടെ എന്ത് ചെയ്യാണ്, ആ സത്യത്തിലൂടെ അല്ലാഹു പറയാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം ഇനിയുള്ളത് മുഴുവനും ഖിയാമത്തിനെ കുറിച്ചുള്ള സംഭവ വികാസങ്ങളാണ് പറയുന്നത്. അപ്പം ആ
ഖിയാമത്തിനെ സംബന്ധിച്ച് ആദ്യം സൂറെന്ന കാഹളത്തിൽ ഊതുന്നതിനെ കുറിച്ച് പറയുന്നു. യൗമ തർജുഫുർ റാജിഫ തതുബഉഹർ റാദിഫ. ഒന്നിനു പിറകെ ഒന്നായിട്ട് സൂറെന്ന കാഹളത്തിൽ ഊതും. സൂറെന്ന കാഹളത്തിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ചില മുഫസ്സിരീങ്ങളുടെ അടുക്കൽ 3 തവണ ഊതും. ഇബ്നു അറബി, അതുപോലെ തന്നെ ഇബ്നു തൈമിയ, ഇബ്നു കസീർ റഹിമഹുള്ളാഹുടെ അഭിപ്രായം അങ്ങനെയാണ്. എന്നാൽ കൂടുതൽ മുഫസ്സിരീങ്ങൾ പറയുന്നത് 2 തവണയാണ് ഊതുന്നത്. പക്ഷെ ആദ്യത്തെ ഊതൽ വരുമ്പം തന്നെ ജനങ്ങളെല്ലാം ഭയവിഹ്വലരായിരിക്കും, പേടിച്ച് വിറച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇതിനെ ചില മുഫസ്സിരീങ്ങൾ ഇതൊരു ഊത്തായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതാണ് ഒരു ഊത്ത്, രണ്ടാമതാണ് മരണത്തിൻ്റെ ഊത്ത് എന്ന് പറയുന്നു. ചിലർ പറയുന്നത് അങ്ങനെയല്ല, ആദ്യത്തെ ഊത്ത് തന്നെയാണ്. ആദ്യത്തെ അത് കേൾക്കുന്ന സമയത്ത് തന്നെ ആൾക്കാർ പേടിച്ച് വിരണ്ട് ആകെ പരിഭ്രാന്തരായിരിക്കും. അപ്പം അത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ദീർഘമായ ആ ഊത്തിൻ്റെ ശബ്ദം കൂടി വരും. അങ്ങനെ എല്ലാവരും മരണപ്പെടും. അങ്ങനെ കൂടുതൽ മുഫസ്സിരീങ്ങളുടെ അഭിപ്രായം ആ ഒരൊറ്റ ഊത്താണ്, ആ ഊത്തിൽ തന്നെ എല്ലാവരും മരിക്കുമെന്നാണ്. രണ്ടാമത് വീണ്ടും പുനർജീവിക്കാൻ വേണ്ടി വീണ്ടും രണ്ടാമത് എന്ത് ചെയ്യും, ഊതുമെന്നാണ്. എന്തായാലും ആ ഊത്തിനെ കുറിച്ചാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിനുശേഷം ഫിറഔനെ പോലെ ധിക്കരിച്ച് ജീവിച്ച, അഹങ്കരിച്ച് ജീവിച്ച സമുദായത്തിനൊരു താക്കീതായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം അത് നിങ്ങൾക്ക് വന്നില്ലേ എന്ന് ചോദിക്കുന്നു. അവിടെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് തൂരി സീനയിൽ വെച്ച് വഹി കിട്ടുകയും ഫിറഔനിലേക്ക് പോകാൻ പറയുകയും ചെയ്ത ആ സംഭവം, അങ്ങനെ ഫിറഔന് ദഅവത്ത് കൊടുക്കാൻ പറഞ്ഞ സംഭവം, ആ ദഅവത്തിൽ ആ ഫിറഔൻ എന്ത് ചെയ്തു, അതിനെ നിഷേധിച്ച് തള്ളി. അങ്ങനെ നിഷേധിച്ച് തള്ളിയതിൻ്റെ പേരിൽ അവന് കിട്ടിയ ശിക്ഷയും, ദുനിയാവിൽ കിട്ടിയ ശിക്ഷയും, നാളെ ആഖിറത്തിൽ കിട്ടാൻ പോകുന്ന ശിക്ഷയും. ഈ സംഭവത്തിലൂടെ ഖിയാമത്തിനെ നിഷേധിച്ച് തള്ളുന്നവരുടെ അന്ത്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം അവസാന സമയത്ത് അവർ പറയുന്നൊരു വാക്കാണ്, ഞങ്ങൾ ദുനിയാവിൽ ഒരുപാട് കാലമൊന്നും ഉണ്ടായില്ലല്ലോ, ഒരു രാവിലെ അല്ലെങ്കിൽ ഒരു വൈകുന്നേരം മാത്രമല്ലേ ദുനിയാവിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ആ ദിവസത്തിൻ്റെ ദൈർഘ്യം കാണുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യും. അപ്പം അവർക്കത് ആ സമയത്ത് അത് ഫീൽ ചെയ്യുകയാണ്. അപ്പോൾ ദുനിയാവിൽ നമ്മൾ വളരെ നിസ്സാരമായ ഒരു കാലയളവ് മാത്രമേ ജീവിക്കുന്നുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ തന്നെ ആഖിറത്തിലെ ഖിയാമത്ത് നാളിൻ്റെ ആ ദിവസത്തിൻ്റെ ദൈർഘ്യം കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങാൻ വേണ്ടി എന്ത് ചെയ്യുകയാണ്, ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോടായിട്ട് പറയുകയാണ്. അടുത്ത സൂറത്ത് അബസയാണ്. ഇതും മക്കി സൂറത്താണ്. ഇതിന് 42 ആയത്തുകളും ഒരു റുക്കുവുമാണുള്ളത്. ഇനിയുള്ള സൂറത്തുകളിലെല്ലാം തന്നെ ഒരു റുക്കുവുള്ള സൂറത്തുകളാണ്. ഇനി ഖുർആനിൽ അവസാനിക്കുന്നത് വരെ എല്ലാ സൂറത്തുകൾക്കും ഒരു റുക്കു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതും മക്കി സൂറത്താണ്. ഈ സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലം തന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില ഖുറൈശി പ്രമുഖർക്ക് ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് കണ്ണ് കാണാത്ത അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നുകൊണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്തെങ്കിലും പഠിപ്പിച്ചു തരാൻ വേണ്ടി പറയുന്നു. ദീനിൻ്റെ നിയമങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അപ്പോൾ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമയത്ത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമിനെ ഒന്ന് അവഗണിച്ചിട്ട്, കാരണം അദ്ദേഹം മുസ്ലിമാണല്ലോ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇനിയും സമയമുണ്ടല്ലോ, ഈ ഖുറൈശി പ്രമുഖരെ ഒന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ അവരിലേക്ക് ശ്രദ്ധ കൊടുത്തു. അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിലും അവർക്ക് ദഅവത്ത് ചെയ്യുന്നതിലും ശ്രദ്ധ കൊടുത്തു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് ഉണർത്തുകയാണ്. അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ. തങ്ങൾ മുഖം ചുളിച്ചു കളഞ്ഞു ഒരു അന്ധൻ വന്നതുകൊണ്ട് എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിന് ശേഷം ഈ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമിനെ കാണുമ്പോഴെല്ലാം പറയും, അള്ളാഹു എന്നെ ഉണർത്തിയ ഏതൊരു വ്യക്തിയുടെ പേരിലാണോ എന്നെ ഉണർത്തിയ അദ്ദേഹത്തിന് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമിനെ എപ്പോഴും സ്വാഗതം ചെയ്യുമായിരുന്നു. എന്തായാലും ഇവിടെ ഈ ആയത്തിൻ്റെ ഈ സൂറത്തിൻ്റെ പ്രമേയം തന്നെ നമ്മൾ ദഅവത്ത് ചെയ്യുമ്പോൾ മുൻഗണന കൊടുക്കേണ്ടത് തലബുള്ളവർക്കാണ്, ആഗ്രഹമുള്ളവർക്കാണ്. ആഗ്രഹമുണ്ട്, പഠിക്കാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ ആഗ്രഹമുള്ളവർ നമ്മുടെ അടുക്കൽ വരുമ്പോൾ നമ്മൾ അവരെ മുൻഗണന നൽകണം. നമ്മൾ അവരുടെ മഹിമയോ അല്ലെങ്കിൽ അവരുടെ സ്ഥാനമോ സമൂഹത്തിൽ അവർ വലിയ കുടുംബക്കാരാണോ എന്നൊന്നുമല്ല നോക്കേണ്ടത്.
മറിച്ച് അയാൾക്ക് പരിശുദ്ധ ദീൻ പഠിക്കാൻ എത്ര ആഗ്രഹമുണ്ട്, എത്ര താല്പര്യമുണ്ട്, അതനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, ദഅവത്ത് കൊടുക്കണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നത്, മനസ്സിലാകുന്നത്. അതിനുശേഷം പരിശുദ്ധ ഖുർആനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ പറയുന്നത്. ഇത് ഒരു ഗുണപാഠമാണ് എന്നും അതുപോലെ തന്നെ ഇത് ലൗഹുൽ മഹ്ഫൂദിലാണ് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നും മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ ഘട്ടങ്ങളും ഓരോന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്തുള്ള ആയത്തുകളിലൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുനർജീവിതമുണ്ട് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഒരു മനുഷ്യനെ അള്ളാഹുവിന് സൃഷ്ടിക്കാമെങ്കിൽ അവൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അവനൊന്ന് ജന്മം കൊടുക്കുന്നതിന് അള്ളാഹുവിന് യാതൊരു തടസ്സവുമില്ല എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുകയാണ്. അതിനുശേഷം ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കായി ചെയ്ത അനുഗ്രഹങ്ങൾ, നമുക്കായി ചെയ്ത സൗകര്യങ്ങൾ അള്ളാഹു കൃത്യമായി പറയുന്നു. അതിനുശേഷം ഖിയാമത്ത് നാൾ വരിക തന്നെ ചെയ്യും. ആ ഖിയാമത്ത് നാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ദുനിയാവിൽ ബന്ധങ്ങൾ യാതൊരു പ്രയോജനവും ചെയ്യില്ല. ഒരു ബന്ധു വേറൊരു ബന്ധുവിനെ സഹായിക്കില്ല. എല്ലാവരും തൻ്റെ ബന്ധുക്കളെ വിട്ട് ഓടുന്ന ഒരു ഘട്ടമാണത്. എല്ലാവരും മുഖം തിരിച്ച് കളയുന്ന ഘട്ടങ്ങളാണ് എന്ന് പറയും. അന്ന് രണ്ട് കൂട്ടർ മാത്രമേ ഉണ്ടാകൂ. ഒന്ന് വളരെ സന്തോഷവരായ, വളരെ പ്രസന്നരായ മുഖമുള്ളവർ. പിന്നെ രണ്ടാമത്തൊരു മുഖമുണ്ടാകും, കരിവാളിച്ച് പൊടി പിടിച്ച് കിടക്കുന്ന മുഖമായിരിക്കും ആ മുഖം. അമലുകൾ വലത് കൈയിൽ ഒന്നാമത്തെ ഗ്രൂപ്പുകാരുടെ കയ്യിൽ കിട്ടുന്നതും രണ്ടാമത്തെ ഗ്രൂപ്പുകാരുടെ അമലുകൾ അവരുടെ ഇടത് കൈയിലുമായിട്ടായിരിക്കും കിട്ടുക. അടുത്തത് സൂറത്തു തക്വീറാണ്. ഇതും മക്കി സൂറത്താണ്. 29 ആയത്തുകളാണുള്ളത്. ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്തിൻ്റെ അത്ഭുത സംഭവങ്ങളെക്കുറിച്ചാണ് തന്നെ വിവരിക്കുന്നത്. ഇനിയുള്ള മിക്ക സൂറത്തുകളിലും ഖിയാമത്തിനെക്കുറിച്ചും അതിൻ്റെ ഭയാനകതയെക്കുറിച്ചൊക്കെ വിവരിക്കുന്ന സൂറത്തുകളാണുള്ളത്. അപ്പോൾ ഇതിൽ സൂര്യൻ പൊതിയപ്പെടുമ്പോൾ എന്ന് പറയുന്നുണ്ട്. സൂര്യൻ പൊതിയപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ഖിയാമത്ത് നാളിൻ്റെ ഒരു അടയാളമാണ്. അതിൻ്റെ അർത്ഥം സൂര്യൻ്റെ പ്രഭ പൂർണ്ണമായും നശിച്ചു, അതിൻ്റെ പ്രകാശം ഇല്ലാതായി. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ രൂപം എന്നത് അല്ലാഹു ആലം. അതുപോലെ തന്നെ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുക, നക്ഷത്രങ്ങളെല്ലാം താഴേക്ക് വന്ന് പതിക്കുന്ന രൂപം. അപ്പം ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ അതുപോലെ തന്നെ പർവ്വതങ്ങൾ അവിടുന്ന് യഥാസ്ഥലത്ത് നിന്നും മാറ്റും. അത് പർവ്വതങ്ങളൊക്കെ പൊട്ടിപ്പൊടിയും. അത് ഉണ്ടായിരുന്ന സ്ഥലത്ത് പർവ്വതങ്ങൾ ഉണ്ടാകില്ല. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് ഖിയാമത്തിൻ്റെ ആ സൂറെന്ന കാഹളം ഊതുന്ന സമയത്ത്, അതിൻ്റെ ആ തുടക്ക സമയത്ത് തന്നെ ജനങ്ങൾ മൊത്തം പരിഭ്രാന്തരായി ആകപ്പാടെ ജനങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് നാളെ മഹ്ശറയിൽ ഓരോ കാര്യങ്ങൾ ഓരോരുത്തരോടും ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ. അതിൽ തന്നെ ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു ഇതുണ്ടായിരുന്നു, കുഞ്ഞുങ്ങൾ പെൺകുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടുന്ന, ജീവനോടെ കുഴിച്ചു മൂടുന്നത്. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ വിളിച്ചിട്ട് ചോദിക്കും, എന്ത് പാപത്തിൻ്റെ പേരിലാണ് നിങ്ങളെ ഇങ്ങനെ കുഴിച്ചു മൂടിയത് എന്ന് അവരോട് ചോദിക്കും. കാരണം അന്നത്തെ ദിവസം നീതി നടപ്പിൽ വരുത്താനുള്ള ദിവസമാണ്. അന്നത്തെ ദിവസം നീതി മാത്രമേ അന്നുണ്ടാവൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി അന്ന് എന്ത് ചെയ്യപ്പെടും, അന്വേഷിക്കപ്പെടും. അപ്പോൾ അമലുകൾ എഴുതിയ എല്ലാ ഏടുകളും അന്ന് നിവർത്തപ്പെടും. ആകാശത്തിൻ്റെ തൊലി ഉരിക്കുമെന്നാണ് പറയുന്നത്. അതായത് ആകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല, കാരണം മൃഗങ്ങളുടെയൊക്കെയാണ് നമ്മൾ തൊലി ഉരിക്കുക എന്നൊക്കെ പറയുന്നത്, എന്നതുപോലെ ആകാശത്തെ ഉരിക്കപ്പെടുമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ രൂപം എന്താണ് എന്ന് അല്ലാഹു അറിയും, അല്ലാഹു ആലം. അതുപോലെ തന്നെ നരകം കത്തിക്കപ്പെടും, സ്വർഗം അടുത്ത് കൊണ്ടുവരപ്പെടും. അപ്പം ഇങ്ങനെയുള്ള ഒരു വല്ലാത്ത ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിൽ മനുഷ്യൻ എന്തൊക്കെ അമലുകൾ ചെയ്തോ അതെല്ലാം അവന് മനസ്സിലാവും. ഓരോരുത്തർക്കും അന്ന് യാതൊരു രീതിയിൽ ഒഴിവ് പറഞ്ഞ് രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ല. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, ഈ ഖുർആൻ എന്നത് അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവന്ന വചനം തന്നെയാണ്. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മഹത്വം, അതിനുശേഷം മക്ക മുശ്രിക്കീങ്ങൾ പറയുന്നത് പോലെ ഇതൊരു മാനസിക രോഗിയുടെ വിഭ്രാന്തിയല്ല, അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്നുമല്ല. കാരണം ഈ ജിബ്രീലിനെ നേരിട്ട് 2 തവണ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. അതിലൊന്ന് ഇവിടെ പറയുന്നുണ്ട്, അത് ചക്രവാളത്തിൽ നിറഞ്ഞു നിന്നതായ നിലയിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടു. അങ്ങനെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹിയിലൂടെ കിട്ടുന്ന കാര്യങ്ങളിലൊന്നും പിശുക്ക് കാണിക്കുന്നില്ല, എല്ലാം കൃത്യമായി എന്ത് ചെയ്യുന്നു, അറിയിച്ചു കൊടുക്കുന്നു എന്നും, അതുപോലെ തന്നെ ജനങ്ങളോട് പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരാനും, ഇത് ശൈത്താൻ്റെ വാക്കല്ല, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്
ഇത് അള്ളാഹുവിൻ്റെ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ ദിക്റാണ്, അതുകൊണ്ട് നിങ്ങൾ നേരായ മാർഗം സ്വീകരിക്കുക എന്ന ദഅവത്ത് ചെയ്തുകൊണ്ട് ഈ സൂറത്ത് അവസാനിക്കുന്നു. അടുത്തത് സൂറത്തുൽ ഇൻഫിത്താറാണ്. മക്കി സൂറത്താണ്. 19 ആയത്തുകളാണുള്ളത്. ഖിയാമത്ത് നാളിൽ വരാൻ പോകുന്ന അതിൻ്റെ പ്രപഞ്ചത്തിലെ മാറ്റങ്ങൾ, അതിൻ്റെ അടയാളങ്ങൾ കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുകൊണ്ട് മനുഷ്യനെ വളരെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ അഭിവാദ്യം ചെയ്തു സംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, നിന്നെ ആരാണ് പറ്റിച്ചത് നിൻ്റെ റബ്ബിൻ്റെ വിഷയത്തിൽ? നീ എന്തിനാണ് ഖിയാമത്ത് നാളിനെ നിഷേധിക്കുന്നത് എന്നുള്ള രീതിയിലൊരു ചോദ്യം. കാരണം മനുഷ്യനെ വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകിയ അനുഗ്രഹങ്ങളെ ഓരോന്നായിട്ട് ഉണർത്തുകയാണ്. നിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ ഘട്ടം ഘട്ടമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ശരിപ്പെടുത്തി എല്ലാം ചെയ്തിട്ടും പിന്നെ എന്തിനാണ് ഖിയാമത്ത് നാളിനെ നീ നിഷേധിച്ച് കളഞ്ഞത്? പിന്നെ അവനൊരു ഓർമ്മപ്പെടുത്തൽ, തീർച്ചയായിട്ടും നന്മ തിന്മകൾ എഴുതാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി മലക്കുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തലും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ആ മലക്കുകൾ കൃത്യമായി എല്ലാം എഴുതി രേഖപ്പെടുത്തും. അതനുസരിച്ചായിരിക്കും നാളെ ഖിയാമത്ത് നാളിൽ ആൾക്കാരെ അള്ളാഹു രണ്ടായി തിരിക്കുന്നത്. ഒന്ന് അബ്റാറാണ്, പുണ്യം ചെയ്തവരാണ്, അവർ പൂർണ്ണ അനുഗ്രഹത്തിലായിരിക്കും. 2 ഫുജ്ജാറാണ്, തിന്മ ചെയ്തവരാണ്, അവർ നരകത്തിലായിരിക്കും. അപ്പം ആർക്കും അന്നേ ദിവസം രക്ഷപ്പെടാൻ കഴിയില്ല. ഖിയാമത്ത് നാൾ എന്താണെന്ന് നമ്മൾ വിചാരിച്ചിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമാ അദ്റാക മാ യൗമുദ്ദീൻ. ഖിയാമത്ത് നാൾ എന്നാൽ, യൗമുദ്ദീൻ എന്നാൽ നീ എന്തറിഞ്ഞു? അപ്പോൾ ആ ഒരു ചോദ്യത്തിൽ തന്നെ ആ ദിവസത്തിൻ്റെ ഭയാനകത കൃത്യമായി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ട്. അന്ന് ആരെയും ഒന്നും ഉടമപ്പെടുത്താൻ കഴിയില്ല. ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ഷൈഅ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. അന്നേ ദിവസം മുഴുവൻ നിയന്ത്രണങ്ങളും അള്ളാഹുവിൻ്റെ കയ്യിലായിരിക്കും. ഒരാൾക്ക് ഒരു കാര്യം പോലും അന്നത്തെ ദിവസം അവൻ്റെ നിയന്ത്രണത്തിൽ ചെയ്യാൻ കഴിയാത്ത ദിവസമാണ്. ആ ദിവസം എന്താണ് എന്ന് നീ എന്തറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ ദിവസത്തിൻ്റെ ഭയാനകത എന്താണ് എന്ന്. അടുത്തത് സൂറത്തുൽ മുത്തഫിഫീനാണ്. ഇതും മക്കി സൂറത്താണ്. 36 ആയത്തുകളാണ് ഈ സൂറത്തിലുമുള്ളത്. ഈ സൂറത്ത് ഇതിൻ്റെ തുടക്കം തന്നെ അളവ് തൂക്കത്തിൽ വ്യത്യാസം വരുത്തുന്നവർക്കുള്ള നാശത്തെക്കുറിച്ച് പറയുന്നുകൊണ്ടാണ് ഈ സൂറത്ത് തുടങ്ങുന്നത്. അളവ് തൂക്കത്തിൽ വ്യത്യാസം വരുത്തുന്ന ഒരു സ്വഭാവം ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സമുദായത്തിനുണ്ടായിരുന്നു. അപ്പോൾ അത് മുമ്പ് പല ആവർത്തി വന്നിട്ടുള്ളൊരു വിഷയമാണ്. അപ്പം ഇമാം ഖുശൈരി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുന്നത്, മൊത്തത്തിൽ മുത്തഫിഫീൻ എന്ന് പറഞ്ഞ അളവ് തൂക്കത്തിൽ മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും ഹുക്കൂക്കുകൾ പാലിക്കാത്തവർ എന്നാണ് അർത്ഥം. അടിമകളോടുള്ള ഹുക്കൂക്കുകൾ കൃത്യമായി പാലിക്കാത്തവരാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം, മുത്തഫിഫീൻ കൊണ്ടുള്ള ഉദ്ദേശം. അത് തനിക്ക് കിട്ടേണ്ട ഹക്ക് പൂർണ്ണമായിട്ടും കിട്ടണം, പക്ഷേ താൻ അങ്ങോട്ട് കൊടുക്കേണ്ടത് പൂർണ്ണമായിട്ടും കൊടുക്കില്ല. ഇത് അളവ് തൂക്കത്തിൽ മാത്രമല്ല, എല്ലാ സൃഷ്ടികളുമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും ഈ വിഷയമുണ്ട് എന്നാണ് ഇമാം ഖുശൈരി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുന്നത്. അത് കഴിഞ്ഞ് അടിസ്ഥാന വിശ്വാസം, പിന്നെ ഖിയാമത്ത് നാളിൻ്റെ സംഭവങ്ങൾ. ആ ഖിയാമത്ത് നാളിനെ തള്ളുന്നവർക്ക് നാളെയുള്ള ശിക്ഷ അവർക്ക് വയിലാണ്, നാശമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ പറയുന്നു. പിന്നെ സ്വർഗ്ഗനിവാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കുന്നു, അവരെ ബഹുമാനിക്കുന്ന കാര്യം. എന്നാൽ നേരെ തിരിച്ച് നരകവാസികളാണ് എങ്കിൽ അവർക്ക് വലിയ നാശമാണ് അവർക്ക് കാത്തിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഈ സൂറത്ത് എന്ത് ചെയ്യുന്നു, അവസാനിക്കുന്നു. അടുത്തത് സൂറത്തുൽ ഇൻഷിഖാഖാണ്. 25 ആയത്തുകളാണ്. മക്കി സൂറത്താണ്. ഇതും ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്തും എന്ത് ചെയ്യുന്നത്, തുടങ്ങുന്നത്. അതിൽ ആകാശം പിളരുകയും, കാരണം അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കാൻ അത് ബാധ്യസ്ഥനാണ്. ആകാശം പോലും അതിന് പൂർണ്ണമായും കടപ്പെട്ടിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കാൻ. അതുപോലെ തന്നെ ഭൂമി, അതിലുള്ള മുഴുവൻ സാധനങ്ങളും എടുത്ത് പുറത്തിടും. അപ്പോൾ മുഫസ്സിരീങ്ങൾ പറയുന്നു, മരിച്ചുപോയി ആരെയൊക്കെ ഖബറടക്കിയിട്ടുണ്ടോ അവരെല്ലാം പുറത്തേക്ക് വരും. അപ്പോൾ അങ്ങനെയുള്ള ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ പറഞ്ഞുകൊണ്ട് മനുഷ്യനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മനുഷ്യൻ്റെ സ്വഭാവം അവൻ എപ്പോഴും പരിശ്രമത്തിലായി മുഴുകിയിരിക്കുകയാണ്. എന്തെങ്കിലും ജോലിയിൽ മനുഷ്യൻ ഇങ്ങനെ മുഴുകിയിരിക്കും. അതിൽ സജ്ജനങ്ങളാണെങ്കിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നതിലും അവൻ്റെ ഇബാദത്തിലും മുഴുകിയിരിക്കും. എന്നാൽ ദുനിയാവിൻ്റെ ആൾക്കാരാണെങ്കിൽ ആ ദുനിയാവ് സമ്പാദിക്കുന്നതിലും ദുനിയാവിൻ്റെ പുറകെ അധ്വാനിക്കുന്നതിലും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും.
ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിൽ 2 കൂട്ടം ആൾക്കാർ, ഒന്ന് വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ടവർ, 2 ഇടത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ടവർ. അതിൽ വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ടവരുടെ സന്തോഷം, അവർ വിചാരിച്ചിരുന്ന ആ ഭയം, എനിക്ക് വലിയ ഹിസാബ് ഉണ്ടാകുമെന്നൊക്കെ വിചാരിച്ചിരുന്നു, അപ്പോൾ അതൊന്നും ഉണ്ടായില്ല എന്നുള്ള ആ സന്തോഷം അവരുടെ കുടുംബക്കാരെ ഒന്ന് അറിയിക്കുന്നു. എന്നാൽ ഇടത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ടവരാണെങ്കിൽ അവരെ സംബന്ധിച്ചുള്ള ഫുൾ പരാജയത്തിലായിരിക്കും. സത്യം ചെയ്തതിന് ശേഷം അള്ളാഹു പറയുകയാണ്, മനുഷ്യൻ പല ഘട്ടങ്ങളിലായിട്ടാണ് ദുനിയാവിലുള്ളത്. അതായത് ചെറിയ കുഞ്ഞാണ്, പിന്നെ അവൻ കുറച്ച് നടക്കാൻ കഴിവുള്ളവനായിത്തീരുന്നു, പിന്നെ അതിനുശേഷം യൗവനം വരുന്നു, പിന്നെ ഒരു വലിയ പുരുഷനായി മാറുന്നു, പിന്നെ അവസാനം വാർദ്ധക്യം വരുന്നു. ഈ രീതിയിൽ പല ഘട്ടങ്ങൾ ഒരു മനുഷ്യന് ഉണ്ടായിത്തീരുന്നു. ഇതെല്ലാം ഒരു മനുഷ്യൻ അവനിൽ തന്നെ ചിന്തിക്കുമ്പോൾ കാര്യം മനസ്സിലാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൃഷ്ടിച്ചു ഈ രീതിയിൽ വെറുതെ ആകില്ല, കൃത്യമായി ചോദ്യോത്തരങ്ങൾ ഉണ്ടാകും എന്നവന് മനസ്സിലാകേണ്ടതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഈ സൂറത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, പിന്നെ എന്തുകൊണ്ട് നീ വിശ്വസിക്കുന്നില്ല? പരിശുദ്ധ ഖുർആൻ ഓതപ്പെട്ട് കഴിഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾ സുജൂദ് ചെയ്യുന്നില്ല? ഇത് സജദയുടെ ആയത്താണ്. അപ്പോൾ ഇത് മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അത് കഴിഞ്ഞാൽ സത്യനിഷേധികൾക്ക് വേദനാജനകമായ ശിക്ഷയുടെ സന്തോഷ വാർത്ത അറിയിക്കാനാണ് അല്ലാഹു പറയുന്നത്. അതൊരു ആക്ഷേപ രൂപത്തിൽ സന്തോഷ വാർത്ത അറിയിക്കുക. പക്ഷേ വിശ്വാസികൾക്കും അമലെ സാലിഹാത്ത് ചെയ്ത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട് എന്നാണ് ഈ സൂറത്ത് പറയുന്നത്. അടുത്തത് സൂറത്തുൽ ബുറൂജാണ്. ബുറൂജ് എന്ന് പറഞ്ഞ നക്ഷത്രമണ്ഡലങ്ങൾ എന്നൊക്കെയാണ് അർത്ഥം. 22 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. ഈ സൂറത്തും മക്കി സൂറത്താണ്. ഈ സൂറത്തിൽ അല്ലാഹു ആകാശത്തെയും നക്ഷത്രമണ്ഡലങ്ങളെയും ഒക്കെ സത്യം ചെയ്യുകയാണ്. അതുപോലെ തന്നെ യൗമുൽ മൗഊദ്, അതായത് ഖിയാമത്ത് നാൾ, വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസം, അതിനെക്കുറിച്ചും സത്യം ചെയ്യുന്നു. പിന്നെ ഷാഹിദ് മഷ്ഹൂദ്, മുഫസ്സിരീങ്ങൾക്ക് പല അഭിപ്രായമാണ് ഇതിൻ്റെ തഫ്സീറിലുള്ളത്. ചിലർ പറയുന്നത് ഷാഹിദ് എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച ദിവസവും മഷ്ഹൂദ് എന്ന് വെച്ചാൽ അറഫ ദിവസവുമാണ് എന്ന്. ചില ഉലമാക്കൾ പറയുന്നു ഷാഹിദ് എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്, മഷ്ഹൂദ് എന്ന് വെച്ചാൽ ഖിയാമത്ത് നാളാണ്. ചിലർ പറയുന്നില്ല, ഷാഹിദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാക്കർത്ഥമായ സാക്ഷി എന്നാണ് അർത്ഥം. മഷ്ഹൂദ് എന്ന് വെച്ചാൽ അത് എന്തിനാണോ സാക്ഷി നിൽക്കുന്ന ആ വിഷയം, അതായത് മുഅ്മിനീങ്ങളുടെ ഈമാനിന് സാക്ഷി നിൽക്കുന്നു. എല്ലാ അർത്ഥവും ഇതിൽ ഉൾക്കൊള്ളാവുന്നതാണ്. ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി സത്യം ചെയ്തുകൊണ്ട് ഒരു കാര്യം പറയുകയാണ്, ഖുത്തില അസ്ഹാബുൽ ഖുദൂദ്, കിടങ്ങുകാർ നശിച്ചു പോകട്ടെ എന്ന്. ഈ കിടങ്ങുകാരെ സംബന്ധിച്ച് ഹദീസുകളുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു സമുദായം, ഒരു രാജാവ്, അദ്ദേഹത്തിന് ഈ മാരണവിദ്യയും ഒക്കെ അറിയുന്ന ഒരു പുരോഹിതനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹം കുറേ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം വാർദ്ധക്യ അവസ്ഥയിൽ വന്നപ്പോൾ ഈ രാജാവിനോട് പറഞ്ഞു, ഏതെങ്കിലും ഒരാളെ നിങ്ങൾ അയച്ചു തരികയാണ്, ഒരു കുട്ടി അയച്ചു തരികയാണെങ്കിൽ ഞാൻ എൻ്റെ ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കാം, കാരണം ഞാൻ ഇനി കൂടുതൽ കാലം എന്തില്ല, ജീവിക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു കുട്ടിയെ അദ്ദേഹം അയച്ചു കൊടുക്കുന്നു. ഈ കുട്ടി അവിടെ പോയിട്ട് അത് പഠിക്കുന്നു. പക്ഷേ പോകുന്ന വഴിയിൽ ഇദ്ദേഹം നല്ലൊരു മുവഹിദായ ഒരു പുരോഹിതനെ കാണുന്നു. അദ്ദേഹം ഈ കുട്ടി ആ പുരോഹിതനോട് പോയി പഠിക്കുകയും, അങ്ങനൊരു വിശാലമായ സംഭവമാണിത്. അങ്ങനെ ഈ കുട്ടിയെ അവസാനം ഇതേ കുട്ടി മുവഹിദാണെന്ന് അറിയുകയും ഈ കുട്ടിയെ വധിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെ അദ്ദേഹം പല രീതിയിൽ ആ കുട്ടിയെ വധിക്കാൻ വേണ്ടി തൻ്റെ പടയാളികളോട് പറയും. പക്ഷെ അതങ്ങനെ ഒന്നും ആ കുട്ടിയെ വധിക്കാൻ കഴിയുന്നില്ല. കുട്ടി തന്നെ പറയും, എന്നെ എങ്ങനെ വധിക്കണമെന്ന്, അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ത് ചെയ്യണം, അമ്പെയ്യണം, അങ്ങനെ ചെയ്താൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യൂ, കൊല്ലപ്പെടുകയുള്ളൂ, ഷഹീദാകുകയുള്ളൂ എന്ന് പറയും. അങ്ങനെ എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഇത് ചെയ്യാൻ വേണ്ടി കുട്ടി തന്നെ പറയും. അങ്ങനെ ചെയ്തു. അത് കണ്ട ജനങ്ങളെല്ലാവരും മുസ്ലിമാകുന്നു. അങ്ങനെ ആ മുസ്ലിമീങ്ങളായ ജനങ്ങളെല്ലാം ഒരു കിടങ്ങിലേക്ക് എടുത്തിട്ട് അവിടെ വെച്ച് അതിനെ കത്തിക്കുകയാണ് ആ ജനങ്ങളെയെല്ലാം. അപ്പം ഇത് ചെയ്തവർ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഭവത്തിലേക്കാണ് സൂചിപ്പിക്കുന്നത് എന്ന് മുഫസ്സിരീങ്ങളിൽ ഒരു വിഭാഗം ഉലമാക്കൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ മുഅ്മിനീങ്ങളെ ഉപദ്രവിച്ചവർക്കുള്ള താക്കീതുകളും അവർക്ക് ശക്തമായ ശിക്ഷയുണ്ട് എന്ന് പറയുന്നു. എന്നാൽ വിശ്വസിക്കുകയും അമലെ സാലിഹാത്ത് ചെയ്തവർക്ക് സ്വർഗമാണ്. വീണ്ടും സത്യനിഷേധികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്യുകയാണ്, അള്ളാഹുവിൻ്റെ പിടുത്തം വളരെ കഠിനമാണ്.
അത് കാരണം അള്ളാഹു അത്രയും കഴിവുള്ളവനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സിഫത്തുകൾ ഓരോന്നായിട്ട് അള്ളാഹു പറയുന്നു. അവൻ ഉദ്ദേശിക്കുന്ന ഏത് കാര്യവും അവൻ ചെയ്യാൻ കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫിറഔൻ്റെയും ആ സമൂദ് ഗോത്രക്കാരുടെയും ഒക്കെ സംഭവങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സത്യനിഷേധികളെ വാൺ ചെയ്യുകയാണ് ഈ സൂറത്തിൻ്റെ അവസാന ഭാഗത്ത്. അത് കഴിഞ്ഞ് അടുത്ത സൂറത്തു താരിഖാണ്. 17 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. സൂറത്തു താരിഖ്, താരിഖ് എന്ന് പറഞ്ഞാൽ രാത്രി വരുന്നത് എന്നാണ് അർത്ഥം. ഇവിടെ ഉദ്ദേശം നക്ഷത്രങ്ങളാണ്. അപ്പോൾ ആകാശങ്ങളെയും നക്ഷത്രത്തെയും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു തആല സത്യം ചെയ്യുകയാണ്. ഖുർആനിൽ തന്നെ ഈ താരിഖ് എന്താണെന്ന് പറയുന്നുണ്ട്, അസ്സന്നജുമു സാഖിബ് എന്ന്, നല്ല പ്രകാശമുള്ള വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രം. അപ്പം അതിനുശേഷം അള്ളാഹു പറയുന്ന വിഷയം തന്നെ എല്ലാ മനുഷ്യരെയും അവനെ അള്ളാഹു സുബ്ഹാനഹു തആല നിരീക്ഷിക്കാൻ വേണ്ടി ആളെ നിശ്ചയിച്ചിട്ടുണ്ട്. അവൻ്റെ അമലുകൾ എഴുതി സൂക്ഷിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല ഓരോ മനുഷ്യനെയും നിരീക്ഷിക്കാൻ വേണ്ടി കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു തആല മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. ശേഷം അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യനെ ഓർമ്മപ്പെടുത്തുകയാണ് അവൻ എന്തിൽ നിന്നാണ് അവനെ സൃഷ്ടിച്ചത് എന്ന്. നിസാരമായ ഇന്ദ്രിയത്തുള്ളിൽ നിന്ന് അവനെ സൃഷ്ടിച്ചു. അങ്ങനെയുള്ള അള്ളാഹു സുബ്ഹാനഹു തആല അവനെ രണ്ടാമത് വീണ്ടും പുനർജീവിപ്പിക്കാൻ കഴിവുള്ളവനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പറയുന്നു. അതിനുശേഷം ഖിയാമത്തിൻ്റെ സംഭവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാ രഹസ്യങ്ങളും വെളിവാക്കപ്പെടുന്ന ദിവസമാണ്. അപ്പം ആ ദിവസത്തേക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അന്ന് നമുക്കാരും സഹായികളൊന്നും ഉണ്ടാകൂല. ആ ദിവസത്തിൻ്റെ ഭയാനകത പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഈ പരിശുദ്ധ ഖുർആൻ എന്നത് തീരുമാനത്തിൻ്റെ വാക്കുകളാണ്. ഇത് തമാശയല്ല. നിങ്ങൾ ദുനിയാവിൽ വെച്ച് നിങ്ങൾ എന്തെല്ലാം തന്ത്രങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതെല്ലാം ചെയ്തു കൊള്ളുക. നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്തു കൊള്ളുക. ശേഷം നബിതങ്ങളോടായിട്ട് അള്ളാഹു പറയാണ്, കാഫിരീങ്ങളെ വിട്ടേരെ, അവർക്ക് സാവകാശം കൊടുക്കുക, അവരെവിടം വരെ പോകുന്നു നോക്കാമെന്ന്. സൂറത്തുൽ അഅല മക്കി സൂറത്താണ്. 19 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. ഈ സൂറത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട സൂറത്താണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ജുമായിക്കും അതുപോലെ തന്നെ പെരുന്നാൾ നമസ്കാരത്തിലും ജുമാ നമസ്കാരത്തിലും 2 സൂറത്തുകൾ കൂടുതലായി ഓതിയിരുന്നതിലൊന്ന് ഈ സൂറത്താണ്. രണ്ടാമത്തത് അടുത്ത സൂറത്തുൽ ഗാശിയ എന്ന സൂറത്താണ്. അപ്പോൾ ഈ സൂറത്തിൽ 3 വിഷയങ്ങളാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യനെ സൃഷ്ടിക്കുകയും അവന് ജീവിതോപാധികൾ നൽകുകയും അവന് ശരിയായ മാർഗം അല്ലാഹു സുബ്ഹാനഹു തആല കാട്ടിക്കൊടുക്കുകയും ചെയ്ത അള്ളാഹുവിനെ സ്തുതിക്കാൻ വേണ്ടിയും അവനെ സ്തുതിക്കാൻ വേണ്ടിയുള്ള ആഹ്വാനമാണ്, ആ കൽപ്പനയാണ് ആദ്യത്തെ ഭാഗം. 2, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറയുകയാണ്. അത് ജനങ്ങൾക്ക് ഗുണപാഠം കിട്ടാൻ വേണ്ടി ജനങ്ങൾക്കത് താങ്കൾ എന്ത് ചെയ്യുക, അത് ഉപദേശിക്കുക പരിശുദ്ധ ഖുർആൻ കൊണ്ട്. താങ്കൾ ആ ഖുർആൻ ഒരിക്കലും മറന്നു പോകത്തൊന്നുമില്ല. നബിതങ്ങൾക്ക് അങ്ങനെ ഒരു ഭയമുണ്ടായിരുന്നു. ഖുർആൻ്റെ ആ ഗൗരവം അത് കാരണം മറന്നു പോകുമോ എന്നൊരു പേടി. അതിന് പേടിക്കേണ്ടതില്ല. അള്ളാഹു അവൻ്റെ തിലാവത്തിൽ അവൻ മൻസൂഹാക്കാൻ ഉദ്ദേശിച്ചത് ഒരു പക്ഷേ മൻസൂഹാക്കി കളയും. പക്ഷേ അല്ലാതെ ഒന്നും താങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും എന്തില്ല, മറക്കുകയില്ല. അള്ളാഹിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിലൂടെ താങ്കൾ ജനങ്ങളെ ഉപദേശിക്കുക എന്നുള്ളത്. 3-ാമത്തെ വിഷയം, ദുനിയാവിനേക്കാളും ആഖിറത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നവർ, സ്വന്തം ആത്മശുദ്ധി ചെയ്യാൻ തയ്യാറായവർ, അവർ വിജയിക്കും എന്നത് പരിശുദ്ധ ഖുർആനിൻ്റെ മാത്രമല്ല, മുമ്പുള്ള എല്ലാ ഏടുകളിലും ഇതുള്ളതാണ്. അത് മുമ്പുള്ള ഇബ്രാഹിം നബിയുടെ ഏടുകളായാലും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ എല്ലാ ശരീഅത്തിലുമുള്ള നിയമമാണ്. ഒരു മനുഷ്യൻ ദുനിയാവ് വിട്ടിട്ട് അവൻ്റെ പ്രയോറിറ്റി ആഖിറത്തിന് കൊടുക്കുകയും അവൻ്റെ ആത്മശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവൻ വിജയിക്കുമെന്നത് അത് ഖുർആൻ്റെ മാത്രം പ്രഖ്യാപനമല്ല, എല്ലാ ഗ്രന്ഥങ്ങളിലും ഉള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സൂറത്ത് അവസാനിക്കുകയാണ്. അടുത്തത് സൂറത്തുൽ ഗാശിയയാണ്. 26 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. അപ്പോൾ ഇതും ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളെക്കുറിച്ചുള്ളതാണ് ഈ സൂറത്തും. അതിൽ ഖിയാമത്ത് നാളിൻ്റെ മറ്റൊരു പേര് തന്നെയാണ് ഗാശിയ. ഗാശിയ എന്ന് പറഞ്ഞാൽ എല്ലാം മൂടിക്കളയുന്നത് എന്നാണ് അർത്ഥം. അപ്പോൾ ആ ഖിയാമത്ത് നാളിനെക്കുറിച്ച് പറയുമ്പോൾ 2 മുഖങ്ങളാണെന്നുണ്ടാകുന്നത്. ഒരു മുഖമാണെങ്കിൽ നല്ല പ്രസന്നതയുള്ളതും സന്തോഷമുള്ള മുഖമായിരിക്കും. എന്നാൽ മറ്റൊരു മുഖമാണെങ്കിൽ ക്ഷീണിച്ച് കരിവാളിച്ച് വാടിയ മുഖമായിരിക്കും. അപ്പം അവർക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന അനുഗ്രഹങ്ങൾ എന്താണ്? അതായത്
പ്രസന്നയുള്ള മുഖങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം സ്വർഗവും സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങളുമായിരിക്കും. അത് കൃത്യമായിട്ട് അള്ളാഹു ഇതിൽ പറയുന്നു. അതുപോലെ തന്നെ ഈ വാടിക്കരിഞ്ഞ മുഖങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതാണ് ഇതിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം നരകവും നരകത്തിൻ്റെ ജീവിതവുമാണ്, അവർക്കതിനകത്ത് യാതൊരു സമാധാനവും ഇല്ല എന്ന്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ചെറിയ നമ്മുടെ മുന്നിൽ കാണുന്ന ചില അടയാളങ്ങൾ, പ്രത്യേകിച്ച് അറബികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ഒട്ടകത്തിൽ യാത്ര ചെയ്യുമ്പോൾ താഴെ നോക്കുമ്പോൾ ഒട്ടകം, മുകളിൽ നോക്കുമ്പോൾ ആകാശം, ഇടതും വലതും നോക്കുമ്പോൾ വലിയ മലകളാണ്. അപ്പം ഇത് മാത്രം ഒന്ന് നോക്കിയാൽ പോരെ നിങ്ങൾക്ക് ഇതെല്ലാം സൃഷ്ടിച്ച തമ്പുരാനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകൂലേ? അങ്ങനെയുള്ള അള്ളാഹു നിങ്ങളെ വീണ്ടും പുനർജീവിപ്പിക്കാൻ അവന് കഴിവില്ലേ എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും? മനസ്സിലാകും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ആകാശത്തിലേക്കും ഒട്ടകത്തിലേക്കും അതുപോലെ തന്നെ പർവ്വതത്തിലേക്കും താഴെ നോക്കിയാൽ ഭൂമിയിലേക്കും ഒക്കെ നിങ്ങളൊന്ന് കണ്ണോടിച്ച് നോക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശം കൊടുക്കുക എന്നതാണ് നബിതങ്ങളുടെ ഉത്തരവാദിത്വം. അത് കൃത്യമായി നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിക്കുന്നു. ഈമാൻ സ്വീകരിക്കലും സ്വീകരിക്കാതിരിക്കലും ഒക്കെ ഓരോരുത്തരുടെ കാര്യമാണ്. അത് അള്ളാഹു തീരുമാനിക്കുന്നവർക്ക് അത് കിട്ടും, ഹിദായത്ത് ഇല്ലാത്തവർക്ക് അത് കിട്ടില്ല. നബിതങ്ങൾക്കതിൽ യാതൊരു ഉത്തരവാദിത്വവുമില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷേധിച്ച് പിന്തിരിഞ്ഞു പോയവന് ശക്തമായ ശിക്ഷ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. കാരണം എല്ലാവരും അള്ളാഹുലേക്ക് തന്നെ മടങ്ങണം എന്ന് ഈ സൂറത്തിൻ്റെ അവസാനം അള്ളാഹു പറയുകയാണ്. അടുത്ത സൂറത്തുൽ ഫജ്ർ ആണ്. മക്കി സൂറത്താണ്. 30 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രഭാതത്തെക്കുറിച്ചും അതുപോലെ തന്നെ 10 രാത്രികളെക്കുറിച്ചും സത്യം ചെയ്യുക. 10 രാത്രികളെ കൊണ്ടും പ്രഭാതത്തെ കൊണ്ടും സത്യം ചെയ്യുകയാണ്. പ്രഭാതം, കാരണം എല്ലാം ഇരുളിൽ കിടക്കുന്നത് പ്രഭാതമാകുമ്പോഴാണ് എല്ലാം വെളിവാകുന്നത്. എല്ലാ കാര്യങ്ങളും മനുഷ്യൻ കാണാൻ കഴിയുന്നത് പ്രഭാതമാകുമ്പോഴാണ്. ചില മുഫസ്സിരീങ്ങൾ പറയുന്നത് ദുൽഹജ്ജിൻ്റെ പ്രഭാതമാണെന്നും ഈ 10 രാത്രികൾ എന്ന് പറഞ്ഞ ദുൽഹജ്ജിൻ്റെ 10 രാത്രികളാണ് എന്ന്. അപ്പോൾ ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ 4 വസ്തുക്കളെ കൊണ്ട് സത്യം ചെയ്തതിന് ശേഷം കൃത്യമായി മനുഷ്യനെ സംബന്ധിച്ച് പറയുകയാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല 4 സത്യങ്ങൾ ചെയ്തതിന് ശേഷം അള്ളാഹുവിൻ്റെ ശിക്ഷ അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതിനുശേഷം 3 വിഷയങ്ങളാണ് ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്നത്. ഒന്ന്, ആദ്, സമൂദ്, ഫിറഔൻ പോലുള്ള അഹങ്കാരികളുടെ സംഭവം ഓർമ്മപ്പെടുത്തുന്നു. ആ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, അവരുടെ അന്ത്യം നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനിലേക്ക് നമ്മളോട് മടങ്ങാനായിട്ട് ആവശ്യപ്പെടുന്നു. 2, അള്ളാഹു ദുനിയാവിൽ ചില നടപടികൾ വെച്ചിട്ടുണ്ട്. ദുനിയാവിൽ അള്ളാഹുവിനൊരു തർത്തീബുണ്ട്. മനുഷ്യനെ സുഖവും സൗകര്യങ്ങളും ഒക്കെ കൊണ്ട് പരീക്ഷിക്കും. ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്ത് പരീക്ഷിക്കും. ചിലർക്കാണെങ്കിൽ രോഗവും ദുഃഖവും ദാരിദ്ര്യവും കൊണ്ട് എന്ത് ചെയ്യും? പരീക്ഷിക്കും. അപ്പം മനുഷ്യൻ്റെ നേച്ചർ എന്താണ്? ഇതെല്ലാം കാണുമ്പോഴത്തേക്ക് എൻ്റെ റബ്ബ് എന്നെ ആദരിച്ചിരിക്കുകയാണ്, എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ എനിക്ക് വലിയ സ്ഥാനമാണുള്ളത് എന്ന് എന്ത് ചെയ്യും? തെറ്റിദ്ധരിക്കും. മറ്റവനാണെങ്കിലോ റബ്ബിന് എന്നെ വേണ്ട, ഞാൻ നിസാരനായിപ്പോയി എന്നൊക്കെ പറയും. പക്ഷേ അത് മാനദണ്ഡമല്ല. അത് ദുനിയാവിൽ അള്ളാഹുവിൻ്റെ സംവിധാനമാണ്. മറിച്ച് ഈമാനും അമലെ സാലിഹാത്തുമാണ് ഒരു മനുഷ്യൻ്റെ രക്ഷയ്ക്കുള്ള ഏറ്റവും വലിയ മാനദണ്ഡം. ദുനിയാവിൽ ഒരാൾക്ക് പരീക്ഷണം വരുന്നത് അള്ളാഹു അവനെ നിന്ദിച്ചതിന് തെളിവല്ല. ദുനിയാവിൽ ഒരാൾക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്നത് അള്ളാഹു അവനെ ആദരിച്ചതിനുള്ള തെളിവുമല്ല. 3-ാമത്തെ സംഭവം ഖിയാമത്തിനെ സംബന്ധിച്ചാണ്. അവിടെ മനുഷ്യൻ 2ആയി പിരിയും. 1 പരാജയപ്പെട്ടവനായിരിക്കും, 2 വിജയിച്ചവനായിരിക്കും. വിജയിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണ സന്തോഷരായിരിക്കും, അവർ സമാധാനത്തിലായിരിക്കും. ആ വിഷയം അവസാന ഭാഗത്തായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇനി അത് കഴിഞ്ഞ് സൂറത്തുൽ ബലദാണ്. 20 ആയത്തുകളാണ് ഈ സൂറത്തിൽ. മക്കി സൂറത്താണ്. ഈ സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 3 സത്യങ്ങൾ ചെയ്തുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതം കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ് എന്ന് പറയുന്നു. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് കൊടുത്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നു. ഓരോരോ അവയവങ്ങളെ എടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അങ്ങനെ അവയവങ്ങളെ എടുത്ത് ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്ത മനുഷ്യൻ പിന്നെന്തിന് നിഷേധിയാകുന്നു? അപ്പോൾ ആ നിഷേധത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഖണ്ഡിക്കുകയാണ് ചെയ്യുന്നത്. സത്യനിഷേധിയെ കൃത്യമായി ഈ അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കൃത്യമായി ഖണ്ഡിക്കുന്നു. അതിനുശേഷം വിജയത്തിലേക്കുള്ള വഴി അത് ക്ഷമയും
കരുണയും കൊണ്ടുള്ള പരസ്പര വസീയത്താണ്, പരസ്പര ഉപദേശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സൂറത്ത് എന്ത് ചെയ്യുന്നു, അവസാനിക്കുന്നു. അടുത്തത് സൂറത്തു ഷംസാണ്. 15 ആയത്തുകളാണുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂര്യനെ കൊണ്ടും അതുപോലെ തന്നെ ളുഹാ സമയത്തെ കൊണ്ടും സത്യം ചെയ്തു, അതുപോലെ തന്നെ ചന്ദ്രനെ കൊണ്ടും സത്യം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ സത്യം ചെയ്ത് പറയുന്ന കാര്യം, എല്ലാ ഹൃദയത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മ ചെയ്യാനും തിന്മ ചെയ്യാനുമുള്ള ഒരു പ്രചോദനം, ഒരു കഴിവുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഫ്രീ വിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യൻ ആ പ്രചോദനമനുസരിച്ച് നന്മയുടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നന്മയുടെ വഴി അവൻ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ തിരഞ്ഞെടുക്കുന്നവൻ, ആ നഫ്സിനെ തസ്കിയത്ത് ചെയ്ത് തിരഞ്ഞെടുക്കുന്നവൻ വിജയിച്ചു എന്നും, എന്നാൽ ആ തിന്മയെ ഉൾക്കൊണ്ട് ആ തിന്മ പറയുന്ന മനസ്സിൻ്റെ നഫ്സ് പറയുന്ന തിന്മകളിലേക്ക് അവൻ പോയി കഴിഞ്ഞാൽ അവൻ പരാജയപ്പെട്ടു പോകും എന്നും കൃത്യമായി രണ്ടായിട്ട് മനുഷ്യരെ വേർതിരിക്കുകയാണ്. അതിനുശേഷം മുൻകഴിഞ്ഞ സമുദായത്തിലെ സമൂദ് ഗോത്രക്കാരുടെ ഉദാഹരണങ്ങൾ എടുക്കുന്നു. ആ സമൂദ് ഗോത്രക്കാരുടെ വഴികേടുകൾ, അവരവരുടെ നഫ്സിൽ ഉണ്ടായ ആ തിന്മ അനുസരിച്ച് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ ആ പ്രവാചകൻ ഒട്ടകത്തെ, സാലിഹ് നബി ആ ഒട്ടകത്തെ അറുക്കരുത് എന്ന് പറഞ്ഞിരുന്നു, അതിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ആ ഒട്ടകത്തെ അവർ അറുക്കുകയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് ഇരകളാകുകയും ചെയ്തു. അടുത്തത് സൂറത്തുൽ ലൈലാണ്. 21 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. ഈ സൂറത്തിൻ്റെയും വിഷയം തൊട്ട് മുമ്പിൽ പറഞ്ഞ സൂറത്തിൻ്റെ അതേ വിഷയം തന്നെയാണ്. മനുഷ്യൻ്റെ കർമ്മങ്ങളും അവൻ്റെ പരിശ്രമങ്ങളുമെല്ലാം വ്യത്യസ്തമാണ്. അതനുസരിച്ചായിരിക്കും അതിൻ്റെ ഫലങ്ങളും അവന് കിട്ടുന്നത്. അപ്പം മനുഷ്യൻ ഏതൊരു മാർഗമാണോ തിരഞ്ഞെടുക്കുന്നത്, തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മാർഗം അവന് എളുപ്പമാക്കി കൊടുക്കും. അപ്പം നേരായ മാർഗം തിരഞ്ഞെടുത്ത് വിശ്വാസിയായി ജീവിക്കുകയാണ് എങ്കിൽ അവന് സ്വർഗത്തിലേക്കുള്ള വാതിലുകൾ അള്ളാഹു തുറന്നു കൊടുക്കും. തെറ്റായ മാർഗമാണ് അവൻ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അവന് നരകശിക്ഷയിലേക്കുള്ള വഴി എന്ത് ചെയ്യും, അള്ളാഹു സുബ്ഹാനഹു വ തആല അതും അവൻ എന്ത് ചെയ്യും, തുറന്നു കൊടുക്കും. ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മുത്തക്കിയുടെ ഉദാഹരണം പറയുകയാണ്. ആ മുത്തക്കി കൂടുതൽ മുഫസ്സിരീങ്ങളും പറയുന്നത് ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ്. ആത്മശുദ്ധിക്ക് വേണ്ടി തൻ്റെ സമ്പത്ത് ചെലവഴിച്ച വ്യക്തി. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് അദ്ദേഹം ചെയ്തതെല്ലാം. അതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആ സേവനം തൃപ്തിപ്പെടുക തന്നെ ചെയ്യുമെന്ന് പറയുന്നു. ഈ 2 സൂറത്തുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഖദറിന് വേണ്ടി ഓതുകയുണ്ടായി. കാരണം ഈ നമുക്ക് മനസ്സിലാവും, ഈ 2 സൂറത്തിലെയും വിഷയം അതാണ്. കാരണം എല്ലാം അള്ളാഹു ആണ് തീരുമാനിക്കുന്നതെങ്കിൽ പിന്നെ ഞാൻ സ്വർഗത്തിൽ പോകുന്നു നരകത്തിൽ പോകുന്നു അള്ളാഹിൻ്റെ തീരുമാനമല്ലേ എന്നൊരിക്കലും നമ്മൾ ചിന്തിക്കരുത്. മറിച്ച് നമ്മളിൽ ആ ഫ്രീ വില്ല് ഉണ്ട്. നമ്മൾക്ക് കൃത്യമായിട്ട് നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട്. മനസ്സിൽ അതിനുള്ള തേട്ടവുമുണ്ട്. ആ രീതിയിൽ നല്ല മാർഗം തിരഞ്ഞെടുക്കുന്നു, അത് അവൻ്റെ തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ ആ തിരഞ്ഞെടുപ്പിൻ്റെ പേരിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ എന്ത് ചെയ്യുന്നത്, നാളെ സ്വർഗവും അതിലുള്ള അനുഗ്രഹങ്ങളുമെല്ലാം എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത് എന്ന്. അതുകൊണ്ട് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദറിനെ കുറിച്ച് സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത സമയത്ത് ഈ 2 സൂറത്തുകളും എന്ത് ചെയ്യുകയുണ്ടായി, ഓതുകയുണ്ടായി. അടുത്തത് സൂറത്തു ളുഹയാണ്. 11 ആയത്തുകളുള്ള മക്കി സൂറത്താണ്. ഈ സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യം വഹി വന്നതിന് ശേഷം കുറച്ച് നാൾ വഹി വരാതിരുന്നു. ഈ വഹി വരാതിരുന്ന സമയത്ത് അബൂജഹലിൻ്റെ ഭാര്യ വന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയൊക്കെ ആക്ഷേപിക്കുന്നൊരു സംഭവം ഉണ്ടായി. അള്ളാഹ്ക്ക് വേണ്ട, അള്ളാഹ് നബി തങ്ങളെ വിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഇറങ്ങിയ സൂറത്താണ് ഈ സൂറത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും താങ്കളെ എന്ത് ചെയ്തിട്ടില്ല, വെറുതെ വിട്ടിട്ടില്ല, താങ്കളെ ഒരിക്കലും പാഴാക്കിയിട്ടില്ല നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങളെ സമാധാനിപ്പിക്കുന്ന സൂറത്താണ്. അതിലൊരു ആയത്താണ് വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല, രണ്ടാമത്തത് ഒന്നാമത്തേതിനേക്കാൾ താങ്കൾക്ക് ഏറ്റവും നല്ലതാണ് എന്ന് ഉലമാക്കൾ പറയുന്നുണ്ട്. ഒന്ന്, സാധാരണ ഊല എന്ന് പറഞ്ഞാൽ ദുനിയാവും ആഖിറം എന്ന് പറഞ്ഞാൽ ആഖിറവും. അപ്പോൾ ദുനിയാവിനേക്കാൾ താങ്കൾക്ക് ആഖിറത്തിൽ വലിയ സ്ഥാനങ്ങളുണ്ട്. വേറെ ഒന്ന്, ദുനിയാവിൽ തന്നെ 2 അവസ്ഥകൾ. ഒന്ന് ആദ്യത്തെ അവസ്ഥ, പിന്നെ രണ്ടാമത്തെ അവസ്ഥ. നബിതങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ ഘട്ടങ്ങളിലും ഓരോ സെക്കൻഡുകളിലും തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോടുള്ള ഖുർബ് അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ അവസ്ഥയേക്കാൾ നബിതങ്ങളുടെ രണ്ടാമത്തെ അവസ്ഥ ഏറ്റവും ഉയർന്നതാണ് എന്നും ചില ഉലമാക്കൾ ഇതിനെ തഫ്സീർ ചെയ്യുന്നുണ്ട്. വേറെ ചില ഉലമാക്കൾ പറയുന്നത് ദുനിയാവിൽ ആദ്യ ഘട്ടത്തിൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തിൻ്റെ ഘട്ടത്തിൽ കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണെങ്കിലും
അത് കഴിഞ്ഞ് അവസാന ഘട്ടത്തിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിജയങ്ങളുടെ ഘട്ടമാണ്. അപ്പോൾ അതും ഈ ആയത്തിൻ്റെ തഫ്സീറിൽ എന്ത് ചെയ്യുന്നുണ്ട്, വ്യാഖ്യാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത ചില അനുഗ്രഹങ്ങൾ എടുത്തു പറയുകയാണ്. അതിലൊന്നാമത്തെ അനുഗ്രഹമാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം യതീമായിരുന്നു. പക്ഷേ അബ്ദുൽ മുത്തലിബും അബൂ താലിബിൻ്റെയും ഹൃദയത്തിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം സ്വന്തം മക്കളേക്കാൾ കൂടുതൽ അള്ളാഹു ഇട്ടുകൊടുത്തു. അതുകൊണ്ട് സ്വന്തം മക്കളേക്കാൾ കൂടുതൽ വാത്സല്യത്തിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ വളർത്തി. അപ്പോൾ ഒരു യതീമായിട്ട് പോലും അള്ളാഹു അഭയം നൽകി. അതുപോലെ തന്നെ താങ്കൾക്ക് നേരായ മാർഗം എന്താണെന്ന് അറിയില്ലായിരുന്നു, തങ്ങൾക്ക് വഹി കിട്ടിയിരുന്നില്ല. എന്നാൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് വഹി നൽകി. ചില തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് ഇങ്ങനെയും കാണാൻ കഴിയും. നബി തങ്ങൾ ഒരു യാത്ര ചെയ്തു പോയ സമയത്ത് തങ്ങൾക്ക് വഴി തെറ്റിപ്പോയി. ഈ ലല്ല എന്ന് പറയുന്നത് വഴി തെറ്റുന്നതിന് പറയും. അപ്പോൾ ആ വഴി തെറ്റിയെങ്കിലും അത്ഭുതകരമായി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരികയുണ്ടായി. അപ്പോൾ ആ ഒരു സംഭവത്തിലേക്കും ഇത് സൂചിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. കൂടുതൽ തഫ്സീറിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ശരീഅത്തിനെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ അറിയാത്ത ആളായിരുന്നു താങ്കൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് വഹിയിലൂടെ എല്ലാ കാര്യങ്ങളും, ഹിദായത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നബി തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തു എന്നതും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വവജദക ആയിലൻ ഫാഗിന, നിർധനനായിരുന്നു താങ്കൾ, അതുകൊണ്ട് താങ്കൾക്ക് ഒരുപാട് സമ്പത്തുകളും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി. മക്ക ജീവിതത്തിൽ തന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹ വിവാഹം കഴിച്ചപ്പോൾ ഖദീജ റളിയല്ലാഹു തആല അൻഹ അവരുടെ സമ്പത്തുകളെല്ലാം നബി തങ്ങൾക്ക് ദീൻ്റെ ഖിദ്മത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തിരുന്നു. ആ രീതിയിൽ സമ്പത്ത് നബി തങ്ങൾക്ക് ലഭിച്ചിരുന്നു. അതിനുശേഷം ഈ 3 അനുഗ്രഹങ്ങൾ പറഞ്ഞതിന് ശേഷം അതിൻ്റെ പേരിലുള്ള 3 ഉത്തരവാദിത്തങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിലൊന്ന്, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം യതീമാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് യതീമീങ്ങളിൽ താങ്കൾ എന്ത് ചെയ്ത് കടുപ്പം കാണിക്കരുത്, യതീമീങ്ങളോട് കടുപ്പം കാണിക്കാൻ പാടില്ല. അതുപോലെ തന്നെ താങ്കൾ നിർധനനായിരുന്നു പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചു വരുന്നവരെ ഒരിക്കലും ആട്ടി ഓടിക്കരുത്, ഒരിക്കലും ആട്ടി ഓടിക്കാൻ പാടില്ല. പിന്നെ താങ്കൾക്ക് നേരായ വഴി എന്താണെന്ന് അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് പറയുകയാണ്, അള്ളാഹു താങ്കൾക്ക് നൽകിയ ഈ ഹിദായത്തിൻ്റെ മാർഗം അത് ജനങ്ങളോട് ഇത് സംസാരിക്കുക, അള്ളാഹു താങ്കൾക്ക് ചെയ്ത നിഅമത്ത് അത് ജനങ്ങളുടെ മുന്നിൽ പറയുക എന്ന് ആ ഉത്തരവാദിത്വം കൂടെ ഈ സൂറത്തിൻ്റെ അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അടുത്തത് സൂറത്തു ഷർഹാണ്. 8 ആയത്തുകളാണുള്ളത്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ, ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പരിശുദ്ധമായി വഹി വരുമ്പോഴൊക്കെ ഇത് വലിയൊരു ഭാരമായി അനുഭവപ്പെട്ടിരുന്നു. തങ്ങളെ സംബന്ധിച്ച് വലിയ കഷ്ടപ്പാടുള്ളൊരു ജോലിയായിട്ട് തങ്ങൾക്ക് തോന്നി. ആർക്കായാലും നമുക്കറിയാവുന്നതാണ്, ഒന്നുമില്ലാത്ത ഒരു ഇരുളിൽ കിടക്കുന്ന ഒരു സമുദായത്തിന് വഹി കൊടുത്തിട്ട് ആ സമുദായത്തിൻ്റെ ഹിദായത്തിന് വേണ്ടി പരിശ്രമിക്കാൻ ഒരു ജോലിയായിട്ട് കൊടുക്കുകയാണ് നബി തങ്ങൾക്ക്. അപ്പോൾ തങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാരമായിരുന്നു. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഭാരത്തെ നബി തങ്ങളിൽ നിന്ന് ഇറക്കി വെക്കുകയാണ് ചെയ്തത്. തങ്ങൾക്ക് എല്ലാ കാര്യവും അള്ളാഹു എളുപ്പമാക്കി കൊടുത്തു. എന്ന് വേണ്ട, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമം അത് ഈ ദുനിയാവ് മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല നാമത്തെ ഉയർത്തി. ഇന്ന് ഒരു സെക്കൻഡ് പോലും നബി തങ്ങളുടെ പേര് പറയാത്ത ഒരു സെക്കൻഡ് പോലും ഇന്ന് ദുനിയാവിലില്ല. ആ രീതിയിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമത്തെ എന്ത് ചെയ്തു, ഉയർത്തി. അപ്പോൾ തങ്ങളോട് പറയുകയാണ്, ഈ ഒരവസ്ഥയിലേക്ക് അള്ളാഹു താങ്കളെ എത്തിച്ചിട്ടുണ്ട്. കഷ്ടപ്പാട് എല്ലാവർക്കുമുണ്ട്. പക്ഷെ ആ കഷ്ടപ്പാടിന് ശേഷം എല്ലാവർക്കും എന്ത് കിട്ടും? ആ കഷ്ടപ്പാട് മാറിക്കിട്ടും, എളുപ്പമുണ്ടാകും. ഏതൊരു കഷ്ടപ്പാടാണെങ്കിലും ആ കഷ്ടപ്പാടിന് ശേഷം എളുപ്പമുണ്ടാകും. ദുനിയാവിൽ കഷ്ടപ്പാടാണെങ്കിൽ നാളെ ആഖിറത്തിൽ എളുപ്പമായിരിക്കും. ദുനിയാവിൻ്റെ കാര്യം തന്നെ എടുത്താലും നമുക്ക് ഇന്ന് കഷ്ടപ്പാടാണെങ്കിൽ നാളെ നമുക്ക് എന്തായിരിക്കും, എളുപ്പമായിരിക്കും എന്ന കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയും, അതുപോലെ തന്നെ താങ്കളുടെ ദഅവത്തിൻ്റെ ഉത്തരവാദിത്വം, അതിൽ നിന്നും താങ്കൾ ഉത്തരവാദിത്വം കഴിയുമ്പോൾ അള്ളാഹുവിൻ്റെ ഇബാദത്തിന് വേണ്ടി താങ്കൾ ഞങ്ങളെ എന്ത് ചെയ്യണം, കഷ്ടപ്പെടുത്തണമെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ത്യാഗം ചെയ്ത് നമ്മൾ ഇബാദത്ത് ചെയ്യണം. നമ്മൾ ആ എനർജി നമുക്ക് കിട്ടുന്നത് ഇബാദത്തിലൂടെയാണ്. അതുകൊണ്ട് രാത്രി സമയങ്ങളിൽ ഇബാദത്ത്, ദായിമാർ പ്രത്യേകം രാത്രി സമയങ്ങളിൽ ഇബാദത്ത് കൃത്യമായി ചെയ്യണം എന്ന ഓർമ്മപ്പെടുത്തൽ ഈ സൂറത്ത് നമുക്ക് നൽകുന്നുണ്ട്. അടുത്തത് സൂറത്തു തീനാണ്. അത്തിപ്പഴം, തീൻ എന്ന് പറഞ്ഞാൽ അത്തി, ജെയ്ത്തൂൻ എന്ന് പറഞ്ഞാൽ ഒലിവ് എന്നാണ് അർത്ഥം. അതിനെ കൊണ്ട് സത്യം ചെയ്യുകയാണ്. രണ്ടാമത് തൂരിസീന എന്ന് പറഞ്ഞ് രണ്ടാമത് സത്യം തൂരിസീനയെ കൊണ്ട് സത്യം ചെയ്യുന്നു. മൂന്നാമത് ഹാദൽ ബലദിൽ അമീൻ, മക്കയെ കൊണ്ട് സത്യം ചെയ്യുന്നു. 3 സത്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. ഉലമാക്കൾ പറയുന്നുണ്ട്, ആദ്യത്തെ സത്യം, അതായത് അത്തിയും ഒലിവും, ഇത് ഏറ്റവും കൂടുതലുള്ളത് ഷാമിലാണ്. ഷാം, ഫലസ്തീൻ പ്രദേശത്താണ് ഇത് ഏറ്റവും കൂടുതലുള്ളത്.
ഇപ്പം ഇവിടെ വന്ന പ്രവാചകൻ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അപ്പോൾ അതിലൂടെ മനസ്സിലാകുന്ന ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് അയക്കപ്പെട്ട ഇഞ്ചീൽ. രണ്ടാമത്തെ തൂരി സീന, ഇവിടെ വഹി കിട്ടിയത് ബഹുമാനപ്പെട്ട മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് തൗറാത്ത് കിട്ടിയതും ഈ സ്ഥലത്ത് വെച്ചാണ്. അതുകൊണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തൗറാത്തും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഇഞ്ചീലും. മൂന്നാമത് വഹാദൽ ബലദിൽ അമീൻ, മക്കയാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി കിട്ടിയ സ്ഥലമാണ്. അതുകൊണ്ട് നബിതങ്ങളും പരിശുദ്ധ ഖുർആനും. ഇനി പറയാൻ പോകുന്ന കാര്യം ഈ 3 ഗ്രന്ഥങ്ങളിലും ഉള്ളതാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല ഘടനയിലാണ് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. എന്നാൽ സുമ്മ റദദിനാഹു അസ്ഫല സാഫിൽ, ഏറ്റവും താഴ്ന്ന ഒരവസ്ഥയിലേക്ക് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മടക്കി കൊണ്ടുപോകും. ഈ മടക്കുന്നത് ആരെയാണ്? അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്നവരെ നാളെ ആഖിറത്തിൽ മടക്കുന്നതാണെന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. അതല്ല, ദുനിയാവിൽ തന്നെ മനുഷ്യര് വയോവൃദ്ധനായി കഴിയുമ്പോൾ അവൻ്റെ എല്ലാ സൗന്ദര്യവും നഷ്ടപ്പെട്ടു പോകും, അവൻ്റെ കാഴ്ച പോകും, അവൻ്റെ കേൾവി നഷ്ടപ്പെട്ടു പോകും. ആ ഒരവസ്ഥയിലേക്ക് അവനെ മടക്കിക്കൊണ്ടുപോകും. അത് അവൻ ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ് എന്നും മുഫസ്സിരീങ്ങൾ പറയുന്നു. എന്തായാലും അങ്ങനെ വന്നാൽ പോലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കും ഞങ്ങൾക്ക് ആഖിറത്തിലൊരു ജീവിതമുണ്ട് എന്ന്. അതുകൊണ്ട് അവർക്ക് ആ സമയത്തൊരു ടെൻഷൻ ഉണ്ടാകില്ല. അപ്പോൾ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, വിശ്വാസികളും സൽക്കർമ്മം ചെയ്തവരും അവർക്കൊരിക്കലും മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട്. ഇതെല്ലാം ഉണ്ടായിരിക്കെ പിന്നെ എന്ത് ന്യായത്തിൻ്റെ പേരിലാണ് നിങ്ങൾ ഈ പ്രതിഫല ദിവസത്തെ നിഷേധിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ശേഷം അള്ളാഹു ചോദിക്കുന്ന ഏറ്റവും നല്ല വിധികർത്താവല്ലേ അള്ളാഹു. ഇമാം അബൂദാവൂദ് തിർമിദി റഹ്മുല്ല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, ഈ സൂറത്ത് ഓതിയതിനു ശേഷം ബല വ അന അല ദാലിക മിനശ് ഷാഹിദീൻ, ഞാൻ അതിന് സാക്ഷിയാണ് എന്നുകൂടെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഹദീസിൽ വരുന്നുണ്ട്. അടുത്തത് സൂറത്തുൽ അലഖാണ്. 19 ആയത്തുകളാണുള്ളത്. ഇതിലാദ്യത്തെ 5 ആയത്താണ് പരിശുദ്ധ ഖുർആൻ്റെ ആദ്യം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി വരുന്ന ആദ്യത്തെ 5 ആയത്ത് ഈ ആയത്തുകളാണ്. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം അത് കൃത്യമായി പറയുകയാണ്. മനുഷ്യനെ സൃഷ്ടിച്ചു, അതുപോലെ തന്നെ പേന കൊണ്ട് അവനെ എഴുതാൻ പഠിപ്പിച്ചു. ബാക്കിയുള്ള ജീവികളെ വെച്ച് നോക്കുമ്പോൾ മനുഷ്യന് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണത്. മറ്റുള്ള ജീവികൾക്കൊന്നുമില്ലാത്ത ഏറ്റവും വലിയ മനുഷ്യൻ്റെ ഒരു മഹത്വമാണ് പഠിക്കുക, എഴുതുക, വായിക്കുക എന്ന് പറയുന്നത്. അപ്പം ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? ഉത്ബോധനം ചെയ്യുന്നത്. ബാക്കിയുള്ള ജീവികളിൽ നിന്ന് മനുഷ്യന് കിട്ടിയ മഹത്വം പറഞ്ഞുകൊണ്ട് ഉത്ബോധനം ചെയ്യുകയാണ്. അതിനുശേഷം ഈ സൂറത്തിൽ അത് കുറേ നാൾ കഴിഞ്ഞാണ് ഇറങ്ങിയത്. ഈ 5 ആയത്ത് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഇറങ്ങിയ ആയത്താണ് അബൂജഹലുമായി ബന്ധപ്പെട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബത്തുല്ലാഹി നമസ്കരിക്കുന്ന സമയത്ത് തങ്ങളെ ഭീഷണിപ്പെടുത്തുകയും തങ്ങളെ വധിച്ചു കളയുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തപ്പോൾ ഇറങ്ങിയ ആ ഭാഗമാണിത്. ആ അബൂജഹലിനെ സൂചിപ്പിച്ചുകൊണ്ട്, അവൻ്റെ അഹങ്കാരത്തെ സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദാസൻ നമസ്കരിക്കുന്നത് തടയാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് പിന്നെയുള്ള ആയത്ത് ഇറങ്ങിയത്. അതിനുശേഷം അവന് വാണിംഗ് കൊടുക്കുകയാണ്, തീർച്ചയായിട്ടും അള്ളാഹു പിടികൂടുക തന്നെ ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മലക്കുകളെ വിളിച്ച് അവനെ കൈകാര്യം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. തഫ്സീറിൻ്റെ കിതാബിൽ കാണാം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി പോയ സമയത്ത് ഭയങ്കരമായ മലക്കുകളുടെ പിടുത്തമെല്ലാം അവൻ നേരിട്ട് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും പിന്നോട്ട് വരികയൊക്കെ ചെയ്തു. ഒരു പക്ഷേ അവൻ പിടിച്ചിരുന്നുവെങ്കിൽ, നബി തങ്ങളെ ഉപദ്രവിച്ചിരുന്നെങ്കിൽ അവൻ്റെ ശരീരത്തിന് എല്ലിൽ നിന്ന് അവൻ്റെ മാംസങ്ങൾ ആ മലക്കുകൾ എന്ത് ചെയ്തതിനെ ചീർപ്പ് കൊണ്ട് ഈരിക്കളയുന്നത് പോലെ ഈരിക്കളയുമായിരുന്നു എന്ന് നമുക്ക് തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ നോക്കിയാൽ കാണാൻ കഴിയും. അടുത്തത് സൂറത്തുൽ ഖദറാണ്. 5 ആയത്തുകളാണുള്ളത്. പരിശുദ്ധ ഖുർആൻ്റെ മഹത്വമാണ് ഈ സൂറത്തിൽ പറയുന്നത്. ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചത്, അതായത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും 1-ാം ആകാശത്തേക്ക് അല്ലാഹു ഖുർആൻ ഇറക്കിയത് ലൈലത്തുൽ ഖദർ, ഖദറിൻ്റെ രാത്രിയാണെന്ന്. ചില തഫ്സീറിൽ കാണാൻ കഴിയും ഖുർആൻ്റെ അവതരണം തുടങ്ങിയത്, അതായത് സൂറത്തുൽ അലഖിൻ്റെ ആദ്യത്തെ 5 ആയത്ത് ഇറങ്ങിയത് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയായിരുന്നു എന്ന്. അപ്പോൾ ഖുർആൻ ഇറങ്ങി തുടങ്ങിയത് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയാണ്. ഖുർആൻ 1-ാം ആകാശത്തിലേക്ക് വന്നതും ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയാണ്. അപ്പോൾ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി എന്താണ് എന്ന് പറയുകയാണ്, ആ രാത്രിയുടെ അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദറിനെ കുറിച്ച് ചോദിക്കുകയാണ്, ലൈലത്തുൽ ഖദർ എന്താണെന്ന് താങ്കൾ എന്തറിഞ്ഞു? അത് 1000 മാസത്തേക്കാൾ മഹത്വമുള്ള രാത്രിയാണ്. ആ രാത്രി മലക്കുകൾ ഇറങ്ങി വരും, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരും അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച്.
അള്ളാഹു ആ രാത്രി എന്തെല്ലാം തീരുമാനങ്ങൾ മലക്കുകളിലൂടെ നടപ്പിലാക്കണോ ആ തീരുമാനങ്ങളെല്ലാം മലക്കുകളെ ഏൽപ്പിക്കുന്ന രാത്രിയാണ്. അപ്പോൾ അന്ന് ആ തീരുമാനങ്ങളുമായിട്ടാണ് ഈ മലക്കുകൾ ഈ ഒന്നാം ആകാശത്ത് നിന്നും ഇറങ്ങി വരുന്നത്. ആ രാത്രി ഫുള്ള് സുബഹി വരെ സമാധാനത്തിൻ്റെ രാത്രിയാണ്. ഇതൊരു മഹത്വമുള്ളൊരു രാത്രിയാണ്. അപ്പോൾ ഇന്ന് നോമ്പ് 26, ഇന്നത്തെ രാത്രിയും 27-ാം രാവാണ്. അപ്പോൾ ഈ രാത്രി ഏറ്റവും മഹത്വമുള്ള രാത്രിയാണ്. അപ്പോൾ ആ രാത്രിയെ സംബന്ധിച്ചാണ് ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്നത്. ഈ രാത്രി അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ഇറക്കി. അപ്പോൾ ആ ഖുർആൻ്റെ മഹത്വം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. അടുത്ത സൂറത്തുൽ ബയ്യിനയാണ്. 8 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്ന കാര്യം മക്ക മുശ്രിക്കീങ്ങളും അതുപോലെ തന്നെ അഹ്ലെ കിതാബുകൾപ്പെട്ട നിഷേധികളായ ആൾക്കാർ, ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഒരു തെളിവില്ലാതെ ഇവർ നേരായ മാർഗത്തിലേക്ക് ഒരിക്കലും എന്തില്ല വരികയില്ല. ഇവരുടെ വഴികേട് വിടണമെങ്കിൽ വ്യക്തമായ ഇവർക്കൊരു തെളിവ് വേണം. ഏതാണ്? ഒരു ഗ്രന്ഥം ഓതി കേൾപ്പിക്കുന്ന ഒരു പ്രവാചകൻ ഇവരുടെ അടുക്കൽ വരണം. പക്ഷേ എന്ത് ചെയ്യാൻ? അങ്ങനെ ഒരു പ്രവാചകൻ വന്നപ്പോൾ ഇവർ പല ഗ്രൂപ്പുകളായിപ്പോയി. ഇവർ ആ പ്രവാചകനെ അംഗീകരിക്കാൻ തയ്യാറായില്ല. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് അഹ്ലെ കിതാബ്. അവരും പ്രതീക്ഷിച്ചിരുന്നു ഒരു പ്രവാചകൻ വരുമെന്ന്. അപ്പോൾ അവരുടെ വഴികേടുകളും അതുപോലെ തന്നെ മുശ്രിക്കീങ്ങളുടെ വഴികേടുകളെല്ലാം മാറണമെങ്കിൽ ഒരു പ്രവാചകൻ വരേണ്ട അത്യാവശ്യമാണ്. പക്ഷെ അങ്ങനെ ഒരു പ്രവാചകൻ വന്നപ്പോഴോ അവരെന്തായി? പല ഗ്രൂപ്പുകളായി. എന്നാൽ ആ പ്രവാചകൻ അവരോട് കൽപ്പിച്ചത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, നമസ്കരിക്കാൻ വേണ്ടിയാണ്, സക്കാത്ത് കൊടുക്കാൻ വേണ്ടിയാണ്. പക്ഷെ അവരെന്ത് ചെയ്തില്ല? അത് അംഗീകരിച്ചില്ല. അംഗീകരിക്കാത്തത് കൊണ്ട് അവർക്ക് കിട്ടുന്ന ശിക്ഷയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അവർ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും നിസ്സാരമായ സൃഷ്ടികളാണ്, അവർക്ക് നരകശിക്ഷയാണ് എന്ന്. എന്നാൽ അംഗീകരിച്ചവരോ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്തമരാണ്, അവർക്ക് അവരുടെ പ്രതിഫലം അള്ളാഹു കൊടുക്കും. പൂന്തോപ്പുകളും സ്വർഗത്തിലുള്ള തോട്ടങ്ങളും താഴ്വരകളിലൂടെ നദികൾ ഒഴുകുന്ന രീതിയിലുള്ള അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹു കൊടുക്കും. പക്ഷേ എപ്പോഴാണ്? ഇത് അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്കുള്ളത് മാത്രമാണ്, അല്ലാത്തവർക്ക് ഇതില്ല എന്ന് ഈ സൂറത്തിൽ പറയുന്നു. അടുത്ത സൂറത്തു സിൽസാലാണ്. 8 ആയത്തുകളാണുള്ളത്. ഈ സൂറത്തും ഖിയാമത്ത് നാളിൻ്റെ വളരെ പ്രധാനപ്പെട്ട അടയാളങ്ങളെ സൂചിപ്പിക്കുകയാണ്. ഭൂമി ഇങ്ങനെ കുലുങ്ങുന്ന സമയം, അതുപോലെ തന്നെ ഭൂമി അതിലുള്ള എല്ലാ ഭാരങ്ങളെയും എടുത്ത് വെളിയിലേക്ക് ഇടുന്നത്. മനുഷ്യന് അത്ഭുതത്തോടെ ചോദിക്കും, ഇതെന്ത് പറ്റിപ്പോയി ഈ ഭൂമിക്ക് എന്ന്. ഭൂമിക്ക് അന്ന് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഭൂമി അന്ന് പറയും. കാരണം ഭൂമിയോട് അതിൻ്റെ റബ്ബ് പറഞ്ഞിട്ടുണ്ട്. ആ റബ്ബ് പറഞ്ഞതനുസരിച്ച് അതെല്ലാം കൃത്യമായി എന്ത് ചെയ്യും? അന്ന് വിളിച്ചു പറയും. മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടും. ആ ഒരു വല്ലാത്തൊരവസ്ഥയാണ് ആ ഖിയാമത്ത് നാളിൻ്റെ. അപ്പോഴാ അവസ്ഥയിൽ രക്ഷപ്പെടുന്നത് ആരാണ്? ഒരാൾ അണുമണി തൂക്കം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവനവിടെ വെച്ച് കാണാൻ കഴിയും. അണുമണി തൂക്കം തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അവിടെ വെച്ച് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് കൃത്യമായി ആ ഖിയാമത്ത് നാളിൻ്റെ ആ ഭയാനകതയെ ഈ സൂറത്ത് എന്ത് ചെയ്യുന്നു? വിളിച്ചോദിക്കുന്നു. അടുത്തത് സൂറത്തുൽ ആദിയാത്താണ്. 11 ആയത്തുകളാണുള്ളത്. ഈ സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കുതിരകളുടെ വിശേഷണങ്ങൾ ഓരോന്നായി പറഞ്ഞുകൊണ്ട് സത്യം ചെയ്യുകയാണ്. കുതിരകൾ സാധാരണ രീതിയിൽ പട്ടാളക്കാർ ഉപയോഗിക്കുന്ന കുതിരകളുണ്ടാവും. ആ കുതിരകൾ തങ്ങളുടെ ശത്രുപക്ഷത്തേക്ക് വളരെ സ്പീഡിൽ ഓടിക്കയറുകയും ആ ശത്രുക്കളുടെ ഇടയിൽ ചാടി വീഴുകയും ചെയ്യും. അപ്പോൾ ഈ കുതിരകളെ കൊണ്ട് സത്യം ചെയ്ത് പറയുകയാണ് അല്ലാഹു. ഈ കുതിരയുടെ പ്രത്യേകത അത് അതിൻ്റെ ജീവൻ നോക്കാറില്ല. തൻ്റെ കുതിരപ്പുറത്ത് തന്നെ നിയന്ത്രിക്കുന്ന ആരാണോ അയാൾക്ക് വേണ്ടി എത്ര വലിയ ത്യാഗമാണെങ്കിൽ പോലും, അതായത് അതിൻ്റെ കുളമ്പുകളെ സംബന്ധിച്ച് പറയുന്നു, കല്ലുകളിൽ ഒരയുമ്പോൾ തീപ്പൊരി പറക്കും. ആ സ്പീഡിൽ ആ കുതിരകൾ ഓടുന്നു. എന്നിട്ട് ശത്രു സൈന്യത്തിൻ്റെ മധ്യത്തിൽ വന്ന് ചാടുന്നു. ആ കുതിരയെ സംബന്ധിച്ചിടത്തോളം താൻ ചത്തുപോകും, അല്ലെങ്കിൽ ശത്രുക്കൾ തന്നെ വെട്ടിക്കൊല്ലും എന്നുള്ള പേടിയൊന്നുമില്ല. തൻ്റെ യജമാനൻ അങ്ങനെ തന്നെ അനുസരിച്ച് അത് മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുതിരയെ വെച്ചുകൊണ്ട് പറയുകയാണ്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നീ ഇത്ര നന്ദി കെട്ടവനായിപ്പോയത് എന്താണ്? മൃഗങ്ങൾക്കുള്ള നന്ദി പോലും നിനക്കില്ലല്ലോ നിൻ്റെ റബ്ബിനോട് എന്നുള്ള കാര്യം പറയുകയാണ്. ദുനിയാവിൽ സമ്പത്തിനോട് വല്ലാതെ ആർത്തി. അപ്പോൾ ഖബറിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ അവസ്ഥ ഒന്ന് വേറെയാണ്. ഖബറിലുള്ളതെല്ലാം തിരിച്ച് പുനർജീവിപ്പിക്കപ്പെടുന്നൊരു സമയമുണ്ടാകും. അവിടെ ഹൃദയത്തിൽ നമ്മൾ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങളെല്ലാം അന്ന് എന്ത് ചെയ്യും? പ്രദർശിപ്പിക്കപ്പെടും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം റബ്ബ് അറിയുന്നതാണ്. അപ്പോൾ ആ സമയത്ത്
നിനക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും എന്നുള്ളതാണ് ഈ സൂറത്ത് നമുക്ക് ചോദിക്കുന്നത്. അടുത്ത സൂറത്തുൽ ഖാരിയ 11 ആയത്തുകളാണ്. ഖിയാമത്ത് നാളിൻ്റെ സംഭവങ്ങൾ തന്നെയാണ് ഈ സൂറത്തും. ഖിയാമത്തിൻ്റെ ഒരു പേര് തന്നെയാണ് അൽ ഖാരിയ. ഖാരിയ എന്ന് പറഞ്ഞാൽ മഹാസംഭവം എന്നാണ് അർത്ഥം. അതായത് മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ പോലും തട്ടുന്ന ആ മഹാസംഭവം. അപ്പോൾ അന്ന് മനുഷ്യർ ഈയാം പാറ്റകളെപ്പോലെ എങ്ങോട്ടെന്നില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഒരവസ്ഥയായിരിക്കും. പർവ്വതങ്ങളുടെ അവസ്ഥ നമ്മൾ പറഞ്ഞു, കടഞ്ഞെടുത്ത പഞ്ഞികൾ പോലെയായിരിക്കും അന്ന് പർവ്വതങ്ങൾ. അപ്പോൾ അന്ന് ആരുടെ ത്രാസാണോ അമലുകളുടെ ത്രാസ് ഭാരമുള്ളവൻ, അവൻ തൃപ്തികരമായ ഒരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്. എന്നാൽ ആരുടെ ത്രാസ് ഭാരമില്ലയോ അവനെ സംബന്ധിച്ചിടത്തോളം നരക ജീവിതമാണ് അവനിനി ബാക്കിയാകുന്നത്. അതാണ് ആ ഖിയാമത്തിൻ്റെ ആകെ സാരം ഈ സൂറത്തിൽ കൃത്യമായി നമ്മുടെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നു. അടുത്ത സൂറത്തു തക്കാസുറാണ്. തക്കാസുർ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയാലും മതി വരാത്ത അവസ്ഥ. അപ്പോൾ ഇത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പോൾ അവൻ അശ്രദ്ധനാക്കിയിരിക്കുന്നത് ഈ സ്വഭാവമാണ്, തക്കാസുർ എന്നത്. 8 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. ഇതിൻ്റെ എൻ്റെ എപ്പോഴാണ്? ഖബറുകൾ സന്ദർശിക്കുന്നത് വരെ മനുഷ്യൻ ഈ ഒരു സ്വഭാവമാണ്, ഈ ഒരു നേച്ചറാണ്. ഹത്താ സുർത്തുമുൽ മഖാബിർ. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറയുകയാണ്, നാളെ നമ്മൾ പോകുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ നമ്മളെല്ലാം നേരിട്ട് കാണുമ്പോൾ ലതറവുന്നൽ ജഹീം, നരകത്തെ നേരിട്ട് നിങ്ങൾ കാണും, കണ്ണുകൊണ്ട് നേരിട്ട് കാണും. അതുപോലെ തന്നെ അള്ളാഹു ദുനിയാവിൽ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അന്ന് അവിടെ വെച്ച് ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് എത്ര കിട്ടിയാലും മതി വരില്ല എന്ന് ജീവിക്കാതെ അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച് അവൻ പറയുന്ന സ്ഥലങ്ങളിൽ ചെലവഴിച്ച് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് ഈ സൂറത്തിൻ്റെ നമുക്ക് തരുന്ന മെസ്സേജ്. അടുത്ത സൂറത്തുൽ അസ്റാണ്. 3 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. അള്ളാഹു കാലഘട്ടത്തെ കൊണ്ട് സത്യം ചെയ്ത് പറയുകയാണ്, മനുഷ്യൻ എന്നത് നഷ്ടത്തിലാണ്, മനുഷ്യൻ പരാജയത്തിലാണ്. എന്തൊഴിച്ച് ഈമാനും അമലെ സാലിഹാത്തും അതുപോലെ തന്നെ ഹക്കും സബറും കൊണ്ടുള്ള വസിയത്ത് ചെയ്യുന്നവരൊഴിച്ച്. ഹക്കും സബറും കൊണ്ട് വസിയത്ത് ചെയ്യുക എന്ന് വെച്ചാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുക. ഹക്ക് കൊണ്ട് ഉപദേശിക്കുക എന്ന് വെച്ചാൽ വിശ്വാസപരമായ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുക. കാരണം വിശ്വാസപരമായ കാര്യങ്ങൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശൈത്താൻ വന്നുകൊണ്ട് എന്ത് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ട് വസ്വസയുണ്ടാക്കും. അടുത്തത് സൂറത്തുൽ അസ്റാണ്. 3 ആയത്തുകളാണുള്ളത്. 3 ആയത്തുകളാണെങ്കിലും ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുന്നുണ്ട്, ഈ 3 ആയത്തുകളിൽ ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന് നന്നാകാൻ വേറെ ഈ 3 ആയത്തുകൾ മാത്രം മതിയെന്ന്. ഇതിൽ കാലഘട്ടത്തെക്കുറിച്ച് സത്യം ചെയ്തിട്ട് പറയുകയാണ് അള്ളാഹു, മനുഷ്യനെല്ലാവരും അവർ പരാജയത്തിലാണ് 4 കാര്യങ്ങൾ ചെയ്താലൊഴിച്ച്. അതിലൊന്ന് വിശ്വാസമില്ലല്ലദീന ആമനു, വിശ്വസിക്കുക, വഅമിലുസ്സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുക. അത് കഴിഞ്ഞ് 2 കാര്യങ്ങൾ, തവാസൗ ബിൽ ഹഖ്, തവാസൗ ബിസ് സബ്ർ. ഹക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹക്ക് കൊണ്ട് ഉപദേശിക്കുക, അതുപോലെ തന്നെ സബർ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുക. ഉലമാക്കൾ ഇതിനെ നമുക്ക് പറഞ്ഞു തരുന്നത്, ഹക്ക് കൊണ്ട് ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹക്കായ വിശ്വാസങ്ങളെയും അമലെ സാലിഹത്തുകൾ കൊണ്ടും വസിയത്ത് ചെയ്യുക. അതായത് അമ്ർ ബിൽ മാറൂഫ് കൊണ്ട് എന്ത് ചെയ്യുക? ഉപദേശിക്കുക. തവാസൗ ബി സബർ എന്ന് പറഞ്ഞാൽ തെറ്റായ കാര്യങ്ങളിൽ നിന്നൊരു മനുഷ്യൻ എന്ത് ചെയ്യണമെങ്കിൽ, മാറി നിൽക്കണമെങ്കിൽ ക്ഷമ വേണം. അതുകൊണ്ട് നെഹി അനിൽ മുൻകറാണ് ഇതുകൊണ്ട് ഉദ്ദേശമെന്ന് ബഹുമാനപ്പെട്ട മുഫ്തി ഷഫീ സാബ് റഹ്മത്തുള്ളാഹി തആല അലൈഹി ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി തആലയുടെ ഒരു തഫ്സീർ, അദ്ദേഹത്തിൻ്റെതായ ഒരു വാക്ക് ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ ശരിയായ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് ശുബുഹത്തുകളാണ്, 2 ഷഹ്വത്തുകളാണ്. ശുബുഹത്ത് എന്ന് വെച്ചാൽ മനുഷ്യന് ഇടയ്ക്ക് ഇങ്ങനെ സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കും. അല്ലാഹ് ഉണ്ടോ, അല്ലാഹ് ആണോ ഇതെല്ലാം പടച്ചത് എന്നൊക്കെയുള്ള ശുബുഹത്തുകൾ വന്നുകൊണ്ടിരിക്കും. 2 വിശ്വാസമാണെങ്കിലും ഷഹ്വത്തുണ്ടാവും. നഫ്സിൻ്റെ താല്പര്യം കാരണം ഒരു മനുഷ്യന് നേരായ വഴിയിലേക്ക് നടക്കാൻ കഴിയില്ല, അവൻ അറിയാതെ തെറ്റിലേക്ക് വിട്ടുപോകും. അപ്പോൾ ആദ്യത്തേത് ശുബുഹത്തിന് വേണ്ടിയാണ് വതവാസൗ ബിൽ ഹഖ്. അവിടെ വിശ്വാസപരമായ കാര്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുക? ഉപദേശിക്കുക. അതായത് അവിടെ വൈജ്ഞാനികമായ രീതിയിൽ ജനങ്ങളുമായി എന്ത് ചെയ്യുക? പ്രബോധനം നടത്തുക. രണ്ടാമത്തേത് ഷഹ്വത്തിനെ എന്ത് ചെയ്യാൻ വേണ്ടി? കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഉപദേശമാണ്. അപ്പോൾ ആ ഷഹ്വത്തിനെ കൺട്രോൾ ചെയ്താലാണ് അവന് നല്ല അമലുകൾ ചെയ്യാനും അതുപോലെ തന്നെ മോശത്തരത്തിൽ നിന്ന് മാറി നിൽക്കാനും കഴിയും.
അപ്പോൾ അത് അമലിന് വേണ്ടിയുള്ള പ്രബോധനമാണ്. അപ്പോൾ ഇൽമി പ്രബോധനവും അമലി പ്രബോധനവും, ഈ രണ്ട് പ്രബോധനങ്ങളാണ് ഈ രണ്ട് ഹക്കും സബറും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുന്നുണ്ട്. അടുത്തത് സൂറത്തുൽ ഹുമസയാണ്. 9 ആയത്തുകളാണുള്ളത്. മനുഷ്യൻ്റെ 3 മോശപ്പെട്ട സ്വഭാവങ്ങളാണ് ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്നത്. അതിലൊന്ന്, ആൾക്കാരുടെ പുറകിൽ അവരുടെ കുറ്റങ്ങൾ പറയുക. ഇതിന് സാധാരണ ഗീബത്ത് എന്ന് പറയും. ആൾക്കാരില്ലാത്ത സമയത്ത് മറ്റുള്ളവരുടെ മുന്നിൽ അയാളെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി അയാളുടെ കുറ്റങ്ങൾ പറയുക. രണ്ടാമത്തത്, ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി അദ്ദേഹത്തിൻ്റെ കുടുംബമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തറവാടോ ഒക്കെ പറഞ്ഞുകൊണ്ട് പരിഹസിക്കുക. അപ്പോൾ മുഖത്ത് നോക്കി പരിഹസിക്കുന്ന സ്വഭാവം, ഇങ്ങനെയുള്ളവർക്ക് സർവനാശമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. മൂന്നാമത്തത്, സമ്പത്ത് ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഹുക്കൂക്കുല്ലായും ഹുക്കൂക്കുൽ ഇബാദും മറന്നു കളയുന്നത്. അപ്പോൾ പിന്നെ അവൻ വിചാരിക്കും അവൻ്റെ സമ്പത്ത് അവൻ എന്നെന്നും എന്ത് ചെയ്യും, ബാക്കിയാക്കുമെന്ന്. അതുകൊണ്ട് അടിമകളുമായിട്ടുള്ള ഇടപാടുകളും അവരുടെ അവകാശങ്ങളെല്ലാം മറന്നു കളയും. അള്ളാഹുവുമായി ബന്ധപ്പെട്ട അവൻ്റെ കാര്യങ്ങൾ മുഴുവനും അവൻ എന്ത് ചെയ്യും, മറന്നു കളയും. അപ്പം ഇങ്ങനെയുള്ളവർക്കുള്ള താക്കീതാണ് ഇവരെ ഹുത്തമ എന്ന് പറഞ്ഞ നരകത്തിലേക്ക് എടുത്തെറിയപ്പെടുമെന്നത്. ആ പ്രത്യേകതയായിട്ട് പറയുന്നത് എന്താണ്, അതിൻ്റെ തീ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരെ എത്തിച്ചേരും. സാധാരണ മനുഷ്യന് ദുനിയാവിലെ തീ എന്ന് പറയുമ്പോൾ സ്കിന്നുകളെല്ലാം കരിഞ്ഞു കഴിയുമ്പോൾ തന്നെ ആൾ മരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതങ്ങനെയല്ല, മരിക്കത്തില്ല, മറിച്ച് അവൻ്റെ ഹൃദയങ്ങളുടെ ഉള്ളിലേക്ക് ഈ തീ എന്ത് ചെയ്യും, എത്തും. ആ രീതിയിൽ കഠിനമായ ശിക്ഷയാണ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. അടുത്തത് സൂറത്തുൽ ഫീലാണ്. 5 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. ഈ സൂറത്ത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന് 1 വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള സൂറത്താണ്. അപ്പോൾ ആ സംഭവം യമനിലെ സനാ എന്ന പ്രദേശത്തെ അബ്രഹ എന്ന് പറയുന്ന ഒരു വ്യക്തി കാബത്തുള്ള പൊളിക്കാൻ വേണ്ടി വരികയാണ് വലിയ സംഘവുമായിട്ട്. അപ്പോൾ ഇതിനെ ഇടയ്ക്ക് വെച്ചിട്ട് പല അറബ് ഗോത്രങ്ങളും പ്രതിരോധിക്കാൻ വരുന്നുണ്ടെങ്കിലും അവരെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, കാബത്തുള്ളയിലേക്ക് വരുന്നത്. അങ്ങനെ ഹറമിൽ കടക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവാബീൽ എന്ന പക്ഷികളെ വിട്ടുകൊണ്ട് ഈ സമുദായത്തെ നശിപ്പിച്ച് കളയുകയാണ്. അങ്ങനെ അവർ വന്ന് ചെറിയ കല്ലുകൾ അവരുടെ ദേഹത്തേക്ക് എടുത്ത് എറിയുമ്പോൾ ഇവർ ഛിന്ന ഭിന്നമായി പോകുന്ന ഒരവസ്ഥ. അപ്പോൾ അത് സൂചിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു അനുഗ്രഹമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംഭവം ഇവിടെ എന്ത് ചെയ്യുന്നു, സൂചിപ്പിക്കുന്നു. ഇത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന് തന്നെ 1 വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ്. അത് കഴിഞ്ഞുള്ള അടുത്ത സൂറത്ത് ഖുറൈശാണ്. ഇത് 4 ആയത്തുകളാണ്. ഇത് തൊട്ട് മുമ്പുള്ള സൂറത്തുമായിട്ട് ഇതിന് ബന്ധം ഉള്ളത്, ഈ ഒരു സംഭവത്തിന് ശേഷം മക്ക മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഖുറൈശികൾക്ക് മക്ക കാബത്തുള്ളയുടെ പേരിൽ വെളിയിൽ എവിടെ പോയാലും ഒരു വിലയുണ്ടായിരുന്നു. അതുകൂടാതെ ഈ ഒരു സംഭവം കൂടെ നടന്നതിന് ശേഷം അവരെ സംബന്ധിച്ചിടത്തോളം ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും പോകാം, അവരാരും ഒന്നും ചെയ്യൂല. കാരണം ഈ സംഭവം അറബ് ഗോത്രക്കാരും അറബിലുള്ളവരെല്ലാവരും അറിഞ്ഞൊരു സംഭവമാണ്. ഇത് കാരണം അള്ളാഹുവിൻ്റെ നേരിട്ടുള്ള സഹായം വന്ന സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ധൈര്യമായിട്ട് ഇവരുടെ കച്ചവട സാധനങ്ങളുമായിട്ട് എന്ത് ചെയ്യാം, എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഇവരെ സംബന്ധിച്ച് ഇവർ നല്ല ഉഷ്ണ സമയത്താണ് എങ്കിൽ ഇവർ ഷാമിലേക്ക് യാത്ര ചെയ്യാറുണ്ട്. തണുപ്പ് സമയത്ത് ഇവർ യമനിലേക്ക് കച്ചവടത്തിന് വേണ്ടി യാത്ര ചെയ്യാറുണ്ട്. ഈ 2 യാത്രയിലും സാധാരണ അന്നത്തെ കാലഘട്ടത്തിലെ യാത്ര എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ വഴിക്കൊള്ളക്കാരെയൊക്കെ ഭയപ്പെടേണ്ട ഒരു ആവശ്യമുണ്ട്. ഏത് സമയത്തും ഒന്ന് ആക്രമിക്കാം. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് അതിൻ്റെ പ്രിക്കോഷൻ എടുക്കേണ്ട കാര്യവുമില്ല. കാരണം ഇവരെ ആരും ഉപദ്രവിക്കില്ല. കാരണം ഇവരെന്താണ്, ഖുറൈശികളാണ്, ഇവർ കാബയുടെ ആൾക്കാരാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട്. അപ്പോൾ അള്ളാഹു കൊടുത്ത ഒരു അനുഗ്രഹമാണ് കാബത്തുള്ളയുടെ പേരിൽ അവർക്ക് ഈ കൊടുത്ത അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെയാണ് ഇവിടെ എടുത്ത് അള്ളാഹു എടുത്തു പറയുന്നത്. എന്നിട്ട് കാബയുടെ റബ്ബിനെ നിങ്ങൾ എന്തുകൊണ്ട് ആരാധിക്കുന്നില്ല? നിങ്ങൾക്ക് കച്ചവടത്തിനും നിങ്ങളുടെ വിശപ്പകറ്റാനും നിങ്ങൾക്ക് ഭയം, ഒരിടത്തും യാത്ര ചെയ്യുന്നതിന് ഒരു പേടിയുമില്ല, എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് അഭയം നൽകിയതായ ആ റബ്ബില്ലേ, ആ റബ്ബ്, ആ കാബത്തുള്ളയുടെ റബ്ബിനെ പിന്നെ നിങ്ങൾ ആരാധിക്കണം എന്നുള്ള കാര്യമാണ് ഈ സൂറത്തിലൂടെ അള്ളാഹു പറയുന്നത്. അടുത്തത് സൂറത്തുൽ മാഊനാണ്. 7 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. 2 ഗ്രൂപ്പ് ആൾക്കാരെ കുറിച്ചാണ് ഈ സൂറത്ത് സൂചിപ്പിക്കുന്നത്. ഒന്ന് കാഫിറുകളെക്കുറിച്ചും പിന്നൊന്ന് മുനാഫിക്കുകളെക്കുറിച്ചും. അതിലാദ്യത്തേത് കാഫിറുകളെക്കുറിച്ചാണ്. അവർ പ്രതിഫല ദിവസത്തെ നിഷേധിച്ച് തള്ളുന്ന ആൾക്കാരെ കണ്ടില്ലേ? അപ്പോൾ അവരുടെ ഏറ്റവും മോശപ്പെട്ട ഒരു സ്വഭാവമാണ് യതീമീങ്ങളെ അവരെന്ത് ചെയ്യൂല,
പരിപാലിക്കൂല, യതീമീങ്ങളെ അവർ തള്ളിക്കളയും. അതുപോലെ തന്നെ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് എന്ത് ചെയ്യും, പ്രോത്സാഹിപ്പിക്കത്തുമില്ല. ഈ രണ്ട് പ്രശ്നങ്ങളാണ് അവർക്കുള്ളത്. അതായത് അള്ളാഹുവിനെ അവർ നിഷേധിക്കുന്നതോടൊപ്പം തന്നെ സൃഷ്ടികളുടെ വിഷയത്തിലും ഹുക്കൂക്കുകളുടെ വിഷയത്തിലും അവരെന്തില്ല, സമൂഹത്തിൽ പ്രശ്നങ്ങൾ തന്നെയാണ് അവരുണ്ടാക്കുന്നത്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല മുനാഫിക്കീങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ പ്രശ്നം എന്താണ്? അവരെ നോക്കുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഇസ്ലാമിൻ്റെ എല്ലാ അടയാളങ്ങളും അവർക്കുണ്ട്. അവർ നമസ്കരിക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ അവരവരുടെ നമസ്കാരത്തിൽ അശ്രദ്ധരാണ്. നമസ്കാരം കൃത്യമായി സൂക്ഷിക്കുന്നില്ല, ജനങ്ങളെ കാണിക്കുന്നു. പിന്നെ അവരുടെ പ്രശ്നം മുആശറയിലുള്ള പ്രശ്നം എന്താണ്, സമൂഹത്തിൽ അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചെറിയ ഉപകാരങ്ങൾ പോലും ചെയ്യൂല. സാധാരണ ആൾക്കാർ ചെറിയ ചെറിയ ഉപകാരങ്ങൾ ആർക്ക് എപ്പോഴും ചെയ്യും. ഈ മുനാഫിക്കീങ്ങളുടെ സ്വഭാവം എന്ന് വെച്ചാൽ അതുപോലും അവരെന്ത് ചെയ്യില്ല, ചെയ്യത്തില്ല. അങ്ങനെയുള്ള പ്രശ്നമാണ് അവരുടെ എന്ന് ഈ സൂറത്തിലൂടെ കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പറയുന്നു. അത് കഴിഞ്ഞിട്ട് സൂറത്തുൽ കൗസറാണ്, 3 ആയത്തുകളുള്ള പരിശുദ്ധ ഖുർആൻ്റെ ഏറ്റവും ചെറിയ സൂറത്ത് ഇതാണ്. ഇതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കുന്ന അനുഗ്രഹം. ഇപ്പം നബി തങ്ങളെ മക്ക മുശ്രിക്കീങ്ങളൊക്കെ ആക്ഷേപിച്ചിരുന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്താനങ്ങളില്ല, അതായത് തങ്ങൾക്ക് ആൺമക്കളില്ല, അപ്പോൾ അതുകൊണ്ട് പരമ്പര അറ്റുപോയ ആളാണ്, പ്രവാചകൻ്റെ കാലഘട്ടത്തിന് ശേഷം ഇത് കൊണ്ടുപോകാനൊന്നും ആളും പരമ്പരയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ യഥാർത്ഥ പരമ്പര എന്ന് പറയുന്നത് മക്കളുടെ അല്ല, മറിച്ച് ഈമാനും അമലെ സാലിഹാത്തിലൂടെ ആണുള്ള പരമ്പര വരേണ്ടത്. അപ്പോൾ ആ കാഫിരീങ്ങളെ ആക്ഷേപിച്ചുകൊണ്ടും നബി തങ്ങളെ സമാധാനിപ്പിച്ചുകൊണ്ടും ഇറങ്ങിയ ആയത്താണിത്. നബിയെ താങ്കൾക്ക് കൗസർ തന്നില്ലേ? കൗസർ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് ഒഴുകുന്ന ഒരു പുഴയാണ്. ആ പുഴ നാളെ മഹ്ശറയിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് ഒഴുകുന്ന പുഴയാണെങ്കിലും അതിൻ്റെ ആ അരുവി മഹ്ശറയിലേക്ക് വരുന്നു. അവിടെ ഒരു ഹൗദുണ്ട്. ആ ഹൗദിൽ നിന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങൾക്കും സാലിഹീങ്ങൾക്കും എന്ത് ചെയ്യും, വെള്ളം കോരി കൊടുക്കും. അപ്പോൾ ആ കൗസർ വേറെ ചില തഫ്സീറിൽ അധികരിച്ച നന്മയാണ് എന്നുകൊണ്ട്. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് അത് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് താങ്കളുടെ റബ്ബിന് വേണ്ടി സാഷ്ടാംഗം ചെയ്യുകയും അള്ളാഹുവിന് വേണ്ടി അർത്ഥു കൊടുക്കുകയും ചെയ്യുക. താങ്കളെ കളിയാക്കുന്നവർ, താങ്കളെ ആക്ഷേപിക്കുന്നവർ, അവരാണ് പരമ്പരയറ്റുപോയവർ. അവരെക്കുറിച്ച് ഇനി ആരും ഒന്നും മിണ്ടൂല. ഒരാളെക്കുറിച്ച് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം 1400 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷവും തങ്ങളെക്കുറിച്ച് ആണല്ലോ ലോകം മുഴുവൻ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് അറ്റുപോകുന്നത്? അതേസമയം ഈ പറഞ്ഞ കാഫിരീങ്ങൾ ഇന്ന് ആരാണ് അവരെക്കുറിച്ച് സംസാരിക്കുന്നത്, അവരെക്കുറിച്ച് അന്വേഷിക്കുന്നത് ആരാണ്? അടുത്ത സൂറത്തുൽ കാഫിറൂനാണ്. ഇത് മക്ക മുശ്രിക്കീങ്ങൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെയുള്ള എന്തെല്ലാം പരിശ്രമങ്ങളുണ്ട് അതെല്ലാം ചെയ്ത് പൊറുതി മുട്ടിയതിന് ശേഷം അവസാനം നബി തങ്ങളുടെ അടുക്കൽ വരികയാണ്. ഒരു പരസ്പര ധാരണയും നമുക്ക് മുന്നോട്ട് പോകാം. ഞങ്ങളുടെ ദൈവങ്ങളെ നിങ്ങളൊന്നും പറയരുത്, ഞങ്ങളുടെ ദൈവങ്ങളെ ഒരു വർഷം നിങ്ങൾ ആരാധിക്കണം, അടുത്ത വർഷം ഞങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ അള്ളാഹുവിനെ എന്ത് ചെയ്യാം, ഞങ്ങൾ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാം, ആരാധിക്കാം. അങ്ങനെയുള്ള ചില വ്യവസ്ഥകളുമായിട്ട് അവർ കടന്നു വരുന്നു. അപ്പോൾ പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ദീൻ കുഫറുമായിട്ട് യാതൊരു സന്ധിയുമില്ല. തൗഹീദിനെതിരെ വരുന്ന ഒരു സന്ധിയും ഖുർആൻ എന്ത് ചെയ്യൂല, സ്വീകരിക്കൂല. പരിശുദ്ധ ദീൻ സ്വീകരിക്കൂല. നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബ്, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം. ഞങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ ആരാധന ചെയ്യുകയില്ല, നിങ്ങൾ ഞങ്ങളുടെ ആരാധനയും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇസ്ലാമിനകത്ത് അങ്ങനെയുള്ള, അതായത് ശിർക്കുമായി ബന്ധപ്പെട്ട് ഒരു സന്ധിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയ സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ എന്നത്. അടുത്തത് സൂറത്തുൻ നസ്റാണ്. സൂറത്തുൻ നസ്ർ മദനി സൂറത്താണ്. തങ്ങളുടെ മദീന ജീവിതത്തിൽ ഫതഹ് മക്കയ്ക്ക് തൊട്ടു മുമ്പായിട്ട് ഇറങ്ങിയ സൂറത്താണ്. ഇവിടെ അള്ളാഹുവിൻ്റെ സഹായവും ഫതഹും വന്നു കഴിഞ്ഞാൽ എന്ന് പറയുന്നതിൽ ഫതഹ് മുഫസ്സിരീങ്ങൾ പറയുന്നു ഫതഹ് മക്കയാണ്. അപ്പോൾ ഫതഹ് മക്ക സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് ദീനിലേക്ക് കടന്നു വരുന്ന രംഗമായിരിക്കും. ഈ ഫതഹ് മക്കയ്ക്ക് ശേഷം നമ്മൾ പറയും യമനിൽ നിന്നൊക്കെ 700-300 പേരടങ്ങുന്ന സംഘങ്ങളാണ് പരിശുദ്ധ ദീനിലേക്ക് കടന്നു വന്നത്. അവരെല്ലാം മദീനയിലേക്ക് വരുന്ന അത്രയും വലിയ എണ്ണമായിരുന്നു. അപ്പം ആ ഒരു വിജയം താങ്കൾക്ക് വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് ദീനിലേക്ക് കടന്നു വരുന്നു. അതിൻ്റെ അർത്ഥം താങ്കളുടെ നുബുവത്തിൻ്റെ ഉത്തരവാദിത്വം പൂർത്തിയാക്കി എന്നാണ്. അപ്പോൾ അടുത്ത താങ്കളുടെ സ്റ്റെപ്പാണ് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു. അള്ളാഹുവിൻ്റെ സ്തുതികീർത്തനങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ പുകഴ്ത്തുകയും അതുപോലെ തന്നെ അവനോട് പാപമോചനം തേടുകയും ചെയ്യുക. അതായത് താങ്കൾ തയ്യാറായിക്കൊള്ളുക. താങ്കളുടെ വഫാത്തിലേക്കുള്ള സൂചനയാണ് ഈ ഭാഗം. കാരണം തീർച്ചയായിട്ടും അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനാണ്.
അപ്പോൾ താങ്കളുടെ വഫാത്തിലേക്കുള്ളൊരു സൂചന നൽകിക്കൊണ്ടാണ് ഈ സൂറത്ത് എന്ത് ചെയ്യുന്നത്, അവസാനിക്കുന്നത്. ഈ സൂറത്ത് വന്ന സമയത്ത്, ഇറങ്ങിയ സമയത്ത് സഹാബാക്കൾ എല്ലാവരും സന്തോഷത്തോടു കൂടിയായിരുന്നെങ്കിലും, കാരണം മക്ക ഫതഹ് വരാൻ പോവുകയാണ് എന്നെല്ലാവരും സന്തോഷത്തിലൂടെയാണെങ്കിലും അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഈ സൂറത്ത് ഇത് കേട്ട ഉടനെ സങ്കടപ്പെടുകയും കരയുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ ചോദിച്ചപ്പോൾ ഇതിൽ മനസ്സിലാകുന്നത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമയം അടുത്തു എന്നാണ് എന്ന്. അടുത്തത് സൂറത്തുൽ ലഹബാണ്. 5 ആയത്തുകളാണ്. ഈ സൂറത്തിൽ അബൂ ലഹബ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവിൻ്റെ സഹോദരനാണ്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തുമായി, പ്രത്യേകിച്ച് ആദ്യം കുടുംബക്കാർക്ക് താങ്കൾ മുന്നറിയിപ്പ് നൽകുക എന്ന ആയത്ത് വന്നപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സഫയുടെ മലയുടെ മുകളിൽ കയറി ഈ ബനു അബ്ദുൽ മുത്തലിബിനെ വിളിച്ചുകൊണ്ട് ദഅവത്ത് നടത്തുന്ന സംഭവമുണ്ട്. ആ സമയത്ത് ഈ അബൂ ലഹബ് പറയുന്ന നബി ഒരു വാക്കുണ്ട് നബി തങ്ങളുടെ അടുക്കൽ, തബ്ബല്ലക്, നിനക്ക് നാശം, നീ ഇതിനാണോ ഞങ്ങളെ വിളിച്ചത് എന്ന്. അപ്പോൾ അതിനെ പരിശുദ്ധ ഖുർആൻ ഖണ്ഡിച്ചുകൊണ്ട് ആയത്തിറങ്ങിയതാണ്, അബൂ ലഹബിൻ്റെ 2 കരങ്ങളും നശിച്ചു പോകട്ടെ, അവൻ നശിക്കട്ടെ എന്ന്. അവൻ്റെ സമ്പത്തോ അവൻ സമ്പാദിച്ചു വെച്ചോ ഒന്നും തന്നെ അവന് യാതൊരു പ്രയോജനവും ചെയ്തിട്ടില്ല. അവൻ ജ്വാലയുള്ള തീയിൽ പ്രവേശിക്കുന്നതാണ്. അവൻ്റെ പേരിന് പോലെ തന്നെയുള്ള ജ്വാലയുള്ള തീ. ലഹബ് എന്ന് പറയുന്നത് തീ ജ്വാലയ്ക്കൊക്കെ പറയും. ഇയാളുടെ മുഖം നല്ല ചുമന്നിരിക്കുന്ന മുഖമായതുകൊണ്ടാണ് ഇദ്ദേഹത്തെ അബൂ ലഹബ് എന്നുള്ള പേര് ഇദ്ദേഹത്തിന് വന്നത്. ശേഷം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ നബി തങ്ങളെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു, തങ്ങൾ പോകുന്ന വഴിയിൽ മുള്ളൊക്കെ കൊണ്ടിടുന്ന ഒരു സ്വഭാവം. അപ്പോൾ അതുകൊണ്ട് അവർക്കും നാശമാണ്, അവർക്ക് നാളെ നരകത്തിലുള്ള ശിക്ഷയെക്കുറിച്ചും ഈ സൂറത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് സൂറത്തുൽ ഇഖ്ലാസ്. ഇത് അള്ളാഹുവിൻ്റെ ദാത്തിനെ പരിചയപ്പെടുത്തുന്ന സൂറത്താണ്. ഈ ഇഖ്ലാസിൻ്റെ സൂറത്ത് തന്നെയാണ് ഇത്. സൂറത്തു തൗഹീദുമാണ്. തൗഹീദ് നമ്മൾ നേരത്തെ സൂറത്തുൽ കാഫിറൂനകത്ത് പഠിച്ചു. അത് അമലിലുള്ള തൗഹീദാണ്. എന്ന് വെച്ചാൽ മറ്റുള്ളതൊന്നും നമ്മൾ ആരാധിക്കുന്നില്ല. ഒരു പ്രവൃത്തി അള്ളാഹുവിന് നിരക്കാത്ത ഷിർക്കിൻ്റെ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുന്നില്ല. ഇത് വിശ്വാസത്തിലുള്ള തൗഹീദാണ്. അപ്പോൾ ഇവിടെ അള്ളാഹു ഏകനാണ്, അവൻ സമദാണ്. സമദ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അവനിലേക്ക് ആശ്രയിക്കുന്നു, എന്നാൽ അവൻ വേറൊരാളിലേക്ക് ആശ്രയിക്കുന്നതുമില്ല. അങ്ങനെയുള്ള ഒരാൾക്കാണ് സമദ് എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹുലേക്ക് എല്ലാവർക്കും അള്ളാഹുലേക്ക് ആശ്രയിക്കുന്നു, പക്ഷെ അള്ളാഹു ആരെയും എന്ത് ചെയ്യുന്നില്ല, ആശ്രയിക്കുന്നില്ല. ലം യലിദ് വലം യൂലദ്, അവൻ ജനിപ്പിക്കുകയോ അല്ലെങ്കിൽ അവൻ ജനിക്കുകയോ ചെയ്തിട്ടില്ല. അതായത് അവന് മക്കളില്ല, എന്നാൽ അവൻ ആരുടെയും മകനും അല്ല അള്ളാഹു. അപ്പോൾ അള്ളാഹുവിൻ്റെ ദാത്തിനെ പരിചയപ്പെടുത്തുകയാണ്. അവന് തുല്യമായി ലോകത്തൊന്നും തന്നെ ഇല്ല എന്ന് അള്ളാഹു പറയുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദാത്തിനെ പരിചയപ്പെടുത്തുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അത് കഴിഞ്ഞ് സൂറത്തുൽ ഫലഖാണ്. 5 ആയത്തുകളാണ്. അതുപോലെ തന്നെ സൂറത്തുൽ നാസ് 6 ആയത്തുകൾ. ഈ 2 സൂറത്തുകൾക്കാണ് മുഅവ്വദത്തൈൻ എന്ന് പറയുന്നത്. ഈ സൂറത്ത് അവതരിച്ചത് തന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യഹൂദികൾ സിഹിർ ചെയ്തപ്പോൾ ആ സിഹിറിനെ തകർക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ആയത്തുകളാണ്. അതുകൊണ്ട് സിഹിർ ഏൽക്കിട്ട് കഴിയുകയാണെങ്കിൽ ഈ സൂറത്തുകൾ ഊതുകയാണ് എങ്കിൽ നമുക്ക് സിഹിറിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. അതുപോലെ തന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഈ സൂറത്തുകൾ ഊതി ശരീരത്ത് തടകുമായിരുന്നു എന്നും ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ സൂറത്ത് ഊതുന്നത് സിഹിറിൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് നമ്മളെ തടയുന്നതിന് കാരണമാണ്. ഇതിലെ ആദ്യത്തെ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഒരു ഗുണം പറയുകയാണ്, റബ്ബുൽ ഫലഖ്, പ്രഭാതത്തിൻ്റെ റബ്ബിനോട് കാവലിനെ തേടുന്നു. എന്നിട്ട് കാവൽ തേടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് 4 കാര്യങ്ങൾ ഇവിടെ പറയുന്നു. ഒന്ന്, അവൻ സൃഷ്ടിച്ച സൃഷ്ടികളുടെ ഉപദ്രവങ്ങൾ, എന്തെല്ലാം ജീവികളുണ്ടോ അതിൻ്റെ എല്ലാ ഉപദ്രവം. അതുപോലെ തന്നെ രാത്രിയുടെ ഉപദ്രവം, അതായത് രാത്രി നല്ലതുപോലെ മൂടിക്കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഉപദ്രവങ്ങൾ മനുഷ്യനുണ്ടാകാം. അത് ജിന്നാത്തുകളുടെ ഉപദ്രവം ഉണ്ടാകാം, അതുപോലെ തന്നെ ചില ജീവികളുടെ ഉപദ്രവം ഉണ്ടാകാം, അതുപോലെ തന്നെ സിഹിർ ചെയ്യുന്നവരുടെ ഉപദ്രവം. അവരും കൂടുതലും ഇത് രാത്രിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ കെട്ടുകളിൽ ഊതുന്നവരുടെ ഉപദ്രവം. ഇത് തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി മന്ത്രവാദങ്ങൾ നടത്തുകയും നൂലുകളിൽ കെട്ടുകയും അതിൽ ഊതുകയും ഒക്കെ ചെയ്യുന്ന അവരുടെ ഉപദ്രവത്തിൽ നിന്ന്. അതുപോലെ തന്നെ അസൂയാലുക്കളുടെ അസൂയ, ഒരാളെ അസൂയ വെക്കുകയും അതിൻ്റെ പേരിൽ ഒരാൾക്കുണ്ടാകുന്ന ഉപദ്രവങ്ങൾ, അത് പ്രത്യക്ഷത്തിലുള്ള ഉപദ്രവങ്ങളാകട്ടെ ഫിസിക്കലായ ഉപദ്രവമാകട്ടെ
അതല്ലെങ്കിൽ അതല്ലാതെയുള്ള എന്തെങ്കിലും ഉപദ്രവങ്ങളാകട്ടെ, ഇതിൽ നിന്നെല്ലാം അള്ളാഹുവിനോട് എന്ത് ചെയ്യുന്നു? കാവലിനെ തേടുന്നു. രണ്ടാമത്തെ സൂറത്തിൽ അള്ളാഹുവിൻ്റെ 3 വിശേഷണങ്ങൾ എടുത്തു പറയുകയാണ്. അള്ളാഹുവിൻ്റെ റുബൂബിയത്ത്, അവൻ റബ്ബുന്നാസാണ്. അതുപോലെ തന്നെ അവൻ്റെ അധികാരം മലിക്കുന്നാസ്, എല്ലാ മനുഷ്യരുടെ എല്ലാത്തിൻ്റെയും ഉടമസ്ഥനാണവൻ. ഇലാഹിന്നാസ്, മനുഷ്യരുടെ എല്ലാം ഇലാഹാണവൻ, അവൻ്റെ ഉലൂഹിയത്ത്. ഇത് പറഞ്ഞുകൊണ്ട് കാവലിനെ തേടുന്ന ഒരേ ഒരു കാര്യമാണ് മിൻ ഷർരിൽ വസ്വാസിൽ ഖന്നാസ്, പിൻവാങ്ങുന്നവർ, ദുർബോധനം നടത്തി പിൻവാങ്ങുന്നവരുടെ ഉപദ്രവത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? കാവലിനെ തേടുന്നു. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തും. അതാരാണ്? മിനൽ ജിന്നത്തി, ജിന്നുവർഗത്തിൽപ്പെട്ടവരും, വലിൻസി, മനുഷ്യവർഗത്തിൽപ്പെട്ടവരും. അതായത് മനുഷ്യരിലുമുണ്ട് ശൈത്താന്മാർ, ജിന്നിലുമുണ്ട് ശൈത്താന്മാർ. ജിന്നിലെ ശൈത്താന്മാരെ നമുക്ക് കാണാൻ കഴിയില്ല. അവർ മനുഷ്യനിൽ വന്ന് ദുർബോധനം നടത്തും, മോശത്തരത്തിലേക്ക് മനുഷ്യനെ ക്ഷണിച്ചു കൊണ്ടുപോകും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ സ്വാധീനം മനുഷ്യനായ ശൈത്താൻ്റെയാണ്. അധർമ്മകാരികളായ മനുഷ്യന്മാർ വന്ന് തിന്മയിലേക്ക് മനുഷ്യനെ ക്ഷണിക്കും. ശൈത്താൻ്റെ വിളി പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇസ്തിഗ്ഫാർ ചെയ്തൊക്കെ പെട്ടെന്ന് മാറാൻ പറ്റും. പക്ഷെ ഒരു മോശപ്പെട്ട ഒരു കൂട്ടുകാരൻ വന്ന് നമ്മളെ വിളിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര ഒഴിവ് പറഞ്ഞാലും രക്ഷയുണ്ടാവില്ല, പെട്ടെന്ന് നമ്മളതിൽ പെട്ടുപോകും. അപ്പോൾ ഈ 2 ഉപദ്രവത്തിൽ നിന്നും എന്ത് ചെയ്യുന്നു? കാവലിനെ തേടുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കേ, കാവലിനെ തേടുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. നേരായ മാർഗത്തിൽ മനുഷ്യൻ സഞ്ചരിക്കുന്നതിന് തടസ്സമാകുന്ന ശൈത്താൻ്റെ വസുവസ, അവൻ്റെ ദുർബോധനത്തിൽ നിന്നാണ് നമ്മൾ കാവലിനെ തേടുന്നത്. അത് മനുഷ്യ ശൈത്താനാകട്ടെ, ജിന്ന് ശൈത്താനാകട്ടെ. മറ്റേടത്ത് അങ്ങനെയല്ലായിരുന്നു. അവിടെ പല കാര്യങ്ങളാണ് കാവലിനെ തേടിയത്. റബ്ബിനോട് മാത്രമാണ്, അള്ളാഹുവിൻ്റെ ഒരു വിശേഷണം മാത്രമേ അവിടെ പറഞ്ഞുള്ളൂ. കാരണം അവിടെ കാവലിനെ തേടപ്പെട്ടത് നമ്മുടെ ബാഹ്യമായ ശരീരം, നമ്മളുടെ ശരീരത്തിനും അതേപോലെ തന്നെ നമ്മുടെ ജീവനും വേണ്ടി ഉപദ്രവകാരികളായ വസ്തുക്കളിൽ നിന്നാണ് നമ്മൾ അവിടെ കാവലിനെ തേടിയത്. അതേസമയം ഇവിടെ കാവലിനെ തേടുന്നത് നമ്മുടെ ഈമാൻ്റെ പ്രശ്നമാണ്, ഈമാൻ തകർന്നു പോകുന്ന കാരണങ്ങളാണ്. അപ്പം നമ്മുടെ ഈമാനെ രക്ഷിക്കൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ 3 വിശേഷണം പറഞ്ഞിട്ടാണ് ഈ ഒരു കാര്യത്തിൽ നിന്ന് എന്ത് ചെയ്തത്? കാരണം ഇവിടെ നമ്മൾ ഈമാനെയാണ് രക്ഷിക്കേണ്ടത്. ഉലമാക്കൾ പറയുന്നു, സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചതാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗ്ഗം എനിക്ക് കാണിച്ചു തരണമേ എന്ന്. അള്ളാഹുവിനെ സ്തുതിച്ചതിന് ശേഷം അവനോട് നമ്മൾ ചോദിച്ചതാണ് നേരായ മാർഗം കാണിച്ചു തരണേ. ആ നേരായ മാർഗത്തിന് തടസ്സം നിൽക്കുന്നതാണ് ഈ ജിന്നും ഈ ശൈത്താനായ ഈ മനുഷ്യൻ്റെയും വസ്വാസ. അതുകൊണ്ട് ആ മാർഗം നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് പോകണമെങ്കിൽ ഇതിൻ്റെ വസ്വസയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. അപ്പോൾ അതുകൊണ്ട് തുടങ്ങുകയും സൂറത്ത് നാസ് കൊണ്ട് പരിശുദ്ധ ഖുർആൻ അല്ലാഹു അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ വസ്വസയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. ഈ വസ്വസയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടാലാണ് നമുക്ക് ആ നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിനോട് ഈ വസ്വസയിൽ നിന്ന് നമ്മൾ കാവലിനെ തേടുകയും വേണം. അല്ലാഹുമ്മ ജഅൽ ഖുർആന റബീഅ ഖുലൂബിന വനൂറ അബ്സാരിന വശിഫാഅ ഗമ്മിന വഹമ്മിന. അല്ലാഹുമ്മ റഹംനാ ബിൽ ഖുർആനിൽ അളീം വജഅൽഹു ലനാ ഇമാമൻ വനൂറൻ വഹുദൻ വറഹ്മ. അല്ലാഹുമ്മ ദക്കിർനാ മിൻഹു മാ നസീനാ വഅല്ലിംനാ മിൻഹു മാ ജഹിൽനാ വർസുഖ്നാ തിലാവതഹു ആനാഅ അൽ-ലൈലി വഅത്റാഫ അൻ-നഹാർ വജഅൽഹു ലനാ ഹുജ്ജതൻ യാ റബ്ബൽ ആലമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സദഖല്ലാഹുൽ അളീം.